അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനും ബാംഗ്ലൂർ പട്ടണത്തിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ റവറൻഡ് ഡോക്ടർ എം.എ. വർഗീസ് അവറുകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അരോമ ടി വിയിൽ കർത്താവിൻ്റെ ദാസൻ തൻ്റെ ജീവിത അനുഭവങ്ങളും ബാംഗ്ലൂർ ദൈവസഭയുടെ വളർച്ചയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും നമ്മോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഇന്ന് കർത്താവിൻ്റെ ദാസൻ നമ്മോടൊപ്പം അതിൻ്റെ തുടർച്ച എന്ന വണ്ണം ചില കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം നമ്മോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ റവറൻഡ് ഡോക്ടർ എം.എ. വർഗീസ് പാസ്റ്ററെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് അങ്കിളെ. പ്രൈസ് ലോർഡ് അങ്കിളെ. കഴിഞ്ഞ ദിവസം നമ്മൾ ബാംഗ്ലൂർ ബദേലേജി സഭയുടെ വളർച്ചാ ഘട്ടങ്ങളെക്കുറിച്ചും അങ്ങളുടെ ചില അനുഭവങ്ങളും ഒക്കെ അരോമ ടി വിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനിടയായി തീർന്നു. അത് അനേക പ്രിയപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹവും ചിലർക്ക് അതൊരു പുത്തൻ അനുഭവം ആയി തീർന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് അങ്കിളിനോട് ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത്, ദൈവസഭയുടെ വളർച്ചയിൽ, സഭാ വളർച്ചയിൽ ഏറ്റവും പ്രധാനമായി കരുതുന്ന ചില നേതൃതത്വങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ അങ്കിളെ? പക്ഷേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാവുന്നുള്ളതല്ലാതെ അതിൻ്റെ ഒരു തത്വമായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അനുഭവത്തിൽ ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് ഒരാളിനെ ഒരു സ്ഥലത്തേക്ക് ആക്കി വെക്കുക. പരിശുദ്ധാത്മാവിൻ്റെ നിയമനത്തിലും നിയോഗത്തിലും മാത്രമേ നടക്കത്തുള്ളൂ. രണ്ട്, ഏത് കാലഘട്ടത്തിലേക്ക് ആക്കി. മൂന്ന്, പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണഹിതത്തിനനുസരിച്ച് പോവുക. ഇതെല്ലാം കൂടെ നടത്തിപ്പിൽ പോവുക. പിന്നെ നിശ്ചയമായിട്ടും ദൈവം നിയമിക്കുന്നയാളിന് ആ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണും. ഓരോ പുതുമകളിലേക്ക് ദൈവാത്മാവ് നടത്തിക്കൊണ്ടിരിക്കും. അന്നെല്ലാം ആ പുതുമകൾ ഏറ്റെടുക്കണം. ഇതൊക്കെയാണ് സഭാ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, എൻ്റെ ബേസിക് ജീവിതത്തിൽ സ്നാനപ്പെട്ട അന്ന് ദൈവാത്മാവിനോട് പറഞ്ഞ ഒന്നാണ്, ഒന്ന്, നീ ലോകപ്രകാരം ഒരു പട്ടാളക്കാരനായിരിക്കും. രണ്ട്, നീ ദൈവത്തിനു വേണ്ടി ഒരു പട്ടാളക്കാരനായിരിക്കും. ഇത് രണ്ടും കൂടെ എൻ്റെ ജീവിതത്തിൽ സംഘടിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. അതായത് ജീവിതത്തിൽ ഒരുപാട് ക്രമവും ചിട്ടയും, പട്ടാളച്ചിട്ട എന്നൊക്കെ പറയാറുണ്ട്, അത്രയൊന്നും വരത്തില്ലെങ്കിലും ഒരുപാടൊക്കെ സൂക്ഷിക്കും. ഒരാളിനോടൊരു ടൈം പറഞ്ഞാൽ കറക്റ്റ് ആ ടൈം സൂക്ഷിച്ചിരിക്കും. സംസാരിക്കുന്ന ആളിനോട് പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കാനായി ശ്രമിക്കും. അതേസമയത്ത് സുവിശേഷത്തെ കുറ്റം പറയാൻ വരുന്നയാളാണെന്നോ അല്ലെങ്കിൽ ദൈവത്തോടൊരു ഭക്തിയും മാനവും ഇല്ലാത്ത ആളാണെങ്കിലോ അഭക്തനെ നിന്ദിനായി എണ്ണുക എന്നുള്ള പ്രമാണത്തിൽ നിന്ദിനായി തന്നെ എണ്ണും. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കൾ എനിക്ക് ഉണ്ടാകുമെങ്കിലും വേലയിൽ ദൈവം ഒരു വളർച്ച തരും. പിന്നെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു തത്വമാണ്. ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം, പട്ടാളവും ഇതുമായിട്ട് താരതമ്യം ചെയ്യാം. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു തത്വത്തിൽ ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു, ദ റൈറ്റ് മാൻ ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ഓൺലി വിൽ ബ്രിങ് ദ ഗ്രോത്ത്. അത് എൻ്റെ വ്യക്തി ജീവിതത്തിലും എനിക്കറിയാം. ദൈവം എന്നെ ഓരോ സ്ഥലത്ത് ഓരോ സമയത്താക്കിയിട്ടുണ്ട്. ചില സമയത്ത് എന്നെ ബാംഗ്ലൂരിൽ കൊണ്ടുവച്ചു. ഇവിടുത്തെ വളർച്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഞാൻ പണ്ട് ജോധ്പൂരിലായിരുന്നു. ജോധ്പൂരിൽ എന്നെ നട്ടിരുന്ന സമയത്ത് ജോധ്പൂരിൽ വളർച്ച ഉണ്ടായിരുന്നു. അവിടുന്ന് ദൈവത്തിൻ്റെ സമയം കഴിഞ്ഞ് എന്നെ പറിച്ച് ഡൽഹി നട്ടു. ഡൽഹി നട്ട സമയത്ത് അവിടുത്തെ വളർച്ച ഉണ്ടായിരുന്നു. ദൈവം എന്നെ ബാംഗ്ലൂരിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് നട്ടിരുന്നു. അന്ന് അവിടെ വളർച്ച ഉണ്ടായിരുന്നു. ഇങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ ഒരുപാട് രാജസ്ഥാനിൽ, അമൃത്സറിൽ, അങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ ദൈവം പറിച്ചു നട്ട ഇടത്തൊക്കെ ആ കാലഘട്ടങ്ങളിൽ നല്ല വളർച്ച ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വേണ്ടി നിന്നും. ഇനി ഞാൻ പറഞ്ഞിരുന്ന ഓരോ പുതുമകൾ പരിശുദ്ധാത്മാവ് തരും. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും. എനിക്കൊന്ന് പൊതുലോകത്തിൽ എന്നോട് ഒത്തിരി പേർക്ക് വഴക്കുള്ളതാണ്. ഒത്തിരി പേർക്കെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കും എന്നോട് വഴക്കില്ല. കാര്യം ദൈവത്തിൻ്റെ കൃപയാൽ ഈ ആയുസ് ഞാൻ ഒരാളുടെ ₹100 വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാനില്ല. ഒരാളിനെ കുറിച്ച് മോശമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ പല കാര്യത്തിൽ ഇടപെടാൻ പോകുന്ന ഒരു പതിവ് എനിക്കില്ല. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നോട് വ്യക്തിപരമായി ആർക്കും ഒരു വൈരാഗ്യവും ഇല്ല. പിന്നെ വൈരാഗ്യമുള്ളത് ശുശ്രൂഷയോട്. ഒരിക്കൽ കർത്താവിൻ്റെ സഭ വളരുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ അത് ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട്. അത് അവരുടെ സ്വകടൊന്നുമല്ല, അവരിൽ അകത്ത് വ്യാപരിക്കുന്ന വേറൊരു സ്പിരിറ്റാണ്. ഞാൻ അതിനെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യും. സാധാരണഗതിയിൽ നമ്മുടെ ചർച്ചിൽ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ വിളിച്ചിരിക്കുന്ന ആളുകൾ പൊതു ക്രിറ്റിസിസം നേരിടുന്നവരാണ്.
അവരുടെ ഉപദേശത്തിൽ തെറ്റില്ല എന്ന് ഞാൻ തന്നെ അവരെ ശ്രദ്ധിച്ചു കേട്ടിട്ട്, മാത്രമല്ല ദൈവത്തിന്റെ വലിയ കരുണയാൽ എനിക്കൊരാളിനെ അടുത്തു പോയി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് നന്നായി മനസ്സിലാവും. അങ്ങനെ ദൈവാത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്ന പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസന്റെ ഒറ്റ മെസ്സേജ് കേട്ടാൽ എനിക്കറിയാം ആ ഒരു ദൂത് ദൈവാത്മാവിനായിരുന്നു. അങ്ങനെയുള്ളവരും അതേ സമയത്ത് പൊതുജനം ഒരുപാട് നിരൂപിക്കുന്നവരുമായ ആളുകൾ കാണും. ഞാൻ അവരെ തെരഞ്ഞു പെറുക്കി അവരെ വിളിക്കും. കാര്യം ഇവരൊക്കെ ഈ നിരൂപിക്കപ്പെടാനുള്ള കാരണം പിശാചിന്റെ ലോകത്തിന്, അവന്റെ സാമ്രാജ്യത്തിന് ചളുക്കം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇവരാരും മറ്റുള്ളവരോട് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ആരും ഒരു പരകാര്യത്തിൽ ഇടപെടുന്നവരോ എല്ലാം ഈ നിരൂപിക്കപ്പെടുന്ന വ്യക്തികൾ നിരൂപകന്മാരെക്കാൾ 100 ഇരട്ടി മാന്യര. അപ്പം അങ്ങനെ മാന്യനായ ഒരാളിനെ മാന്യത കുറഞ്ഞ ഒരാൾ വിധിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാരണമുണ്ടല്ലോ, അത് പൈശാചികമാണ് അവരിലുള്ളതാണ്. അപ്പം അവർ പൈശാചിക സാമ്രാജ്യത്തിന് ചളുക്കം വരുത്തുന്നവരായതുകൊണ്ടാണ് അവരെ നിരൂപിക്കുന്ന അറിഞ്ഞും കൊണ്ട് ഞാൻ അവരെ മീറ്റിങ്ങുകൾക്ക് വിളിക്കും. ദൈവത്തിന്റെ കരുണയാൽ ഇപ്പം പിന്നെ ഇത്രയും പ്രായമൊക്കെ ആയതുകൊണ്ട് പറഞ്ഞ ആരാണെങ്കിലും ഒരളവിൽ അംഗീകരിക്കും. മാത്രവുമല്ല സഭയും ദൈവം ഒത്തിരി വളർത്തി. എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവോളം ഭൂലോകത്തിലുള്ള ഏറ്റവും വലിയ മലയാളി പെന്തക്കോസ്ത് ചർച്ച. അപ്പോൾ ആ ഒരളവിലേക്ക് വന്നതുകൊണ്ട് നമ്മുടെ സ്റ്റേജിൽ വന്ന് സംസാരിക്കാനൊക്കെ തന്നെ താല്പര്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ശുശ്രൂഷ ഒരു ലെവലിൻ്റെ മേളിൽ വന്നവർ താല്പര്യപ്പെടുന്നവരുണ്ട്. ഞങ്ങൾ വിളിച്ചാൽ അവർ വരികയും ചെയ്യും. വരുമ്പോൾ അവരോട് ഞാൻ പറയും, നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണ കാര്യങ്ങൾ ഇന്നതാണ്. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ. ഇപ്പം ആരുടെയും വ്യക്തിജീവിതമല്ല ഞാൻ പറഞ്ഞത്, കുടുംബജീവിതത്തിൽ നല്ലതല്ല അങ്ങനെയൊക്കെ, അതൊക്കെ എനിക്കും കൂടെ ബോധ്യപ്പെട്ട പിന്നെ ഞാൻ വിളിക്കത്തേ ഇല്ല. കാര്യം അതും ഒരു ദുരാത്മാവാണ്. ആ ദുരാത്മാവ് അവരിൽ നിന്ന് പലരിലേക്ക് വ്യാപരിക്കും. അത് വരാതിരിക്കാൻ അവരെ വിളിക്കത്തില്ല. എന്നാൽ ചുമ്മാ ഇങ്ങനെ പറയുന്നവരുണ്ട്, ആ ഉപദേശം തെറ്റി, ഈ ഉപദേശം തെറ്റി. ഈ പറയുന്നതിൽ ഒരാളിന് പോലും ഉപദേശം അറിയാവുന്നതല്ല. അറിയാവുന്നതിൽ അവരുടെ ശുശ്രൂഷകളത് കണ്ടേനെ. അവരുടെ ആരുടെയും ശുശ്രൂഷകളതില്ല. 500 പേരെ ഈ ആയുസ്സിൽ സ്നാനപ്പെടുത്താൻ കഴിയാത്തവരാ ചുമ്മാ ഈ ബഹളം വെക്കുന്നത്. അപ്പോൾ അവരോട് പറയും, ഇന്ന ഏറിയകളൊന്ന് ദയവായിട്ട് ശ്രദ്ധിക്കണം, നമുക്ക് ഈ ചർച്ചിൽ ശുശ്രൂഷിക്കുമ്പോൾ അത്രയും ഉറപ്പില്ലാത്തൊരു കാര്യം പറയരുത് എന്നിത്യാദി കാര്യങ്ങൾ പറയും. അതിൻ്റെ അർത്ഥമെല്ലാം 100% വിജയമാണെന്നൊന്നും അല്ല. കുറച്ചൊക്കെ പരാജയം കാണും, എങ്കിലും ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കും. പിന്നെ ഒരാളിനെ വിളിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ കമ്മിറ്റിയായിട്ടൊന്ന് ആലോചിച്ച്, പ്രാർത്ഥിക്കേണ്ടവർ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച്, ആ കമ്മിറ്റി പറയും ഇന്നയാളിനെ കുറിച്ച് ഇന്ന ഡ്രോബാക്ക് റിയലി ഉണ്ട്. നിരൂപകർ പറയുന്നതല്ല, റിയലി ഇന്നയാളിനെ കുറിച്ച് ഇന്ന ഡ്രോബാക്ക് ഉണ്ട്, നമുക്ക് വിളിക്കണ്ട. അല്ലെങ്കിൽ പക്ഷേ നമ്മുടെ പേര് കിട്ടാത്ത ഒരാളുണ്ട്, പൊതുവെ പരസ്യമുള്ള ആളല്ലെങ്കിലും ആൾ പ്രയോജനപ്പെടുന്ന ആളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ വിളിക്കും. അവർ ഞങ്ങൾക്ക് കൊച്ചു മീറ്റിങ്ങൾക്ക് ആദ്യമേ ഒന്ന് കയറും. അത് കഴിഞ്ഞ് അവർ പ്രയോജനപ്പെടുന്നു എന്ന് കഴിഞ്ഞാൽ പൊതുവിനെ പ്രയോജനപ്പെടുത്താൻ വിടും. ഞാൻ പിന്നെ പറഞ്ഞല്ലോ, പട്ടാളവുമായി താരതമ്യം ചെയ്ത ഒരു കാര്യം പറയും. എനിക്ക് തോന്നുന്നത് എനിക്ക് കുറച്ച് എഡ്യൂക്കേഷൻ ഉള്ളത് ടെക്നിക്കൽ എഡ്യൂക്കേഷനേ ഉള്ളൂ, അല്ല എനിക്ക് ബൈബിൾ സ്കൂൾ എഡ്യൂക്കേഷൻ ഒട്ടുമില്ല. സുവിശേഷപരമായ യാതൊരു ട്രെയിനിങ്ങും എനിക്കില്ല. അല്ലെ പത്രോസിനൊക്കെ കിട്ടിയതുപോലുള്ള ട്രെയിനിങ്ങേ ഉള്ളൂ, അല്ലാതെ യേശുവിൻ്റെ തന്ന ട്രെയിനിങ് അല്ലാതെ ഒരു സ്കൂളിൻ്റെ ട്രെയിനിങ് ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന ആശയങ്ങൾ ഇത്രയും കറക്റ്റ് ആണെന്നോ നിങ്ങൾ ഇത്രയും അംഗീകരിക്കണമെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ കണ്ടത് ഇതാ, എയർഫോഴ്സിൽ ഞാൻ ആദ്യം ചേരുമ്പോൾ യൂണിഫോം ഇടാൻ പോലും എന്നെ അനുവദിക്കുകയില്ല. ഞാൻ വെറും 10ാം ക്ലാസ്സും കൊണ്ടാണ് എയർഫോഴ്സിൽ ചേരുന്നത്, അവിടുത്തെ ഏറ്റവും താണവരുള്ള ഒരാളായിട്ട്. അങ്ങോട്ട് കയറുന്ന സമയത്ത് എൻ്റെ ഒരു ബ്ലഡ് റിലേഷനിൽ പെട്ട ഒരാൾ പട്ടാളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഒത്തിരി സീനിയർ ലെവലിലുള്ള ഒരാളാണ്. അന്ന് അദ്ദേഹം EMEയുടെ ആർമിയുടെ ഒരു വിങ്, അത് EMEയുടെ ഓഫീസേഴ്സ് ട്രെയിനിങ് സ്കൂളിൻ്റെ കമാൻഡറായിരുന്നു. ഒരു ഉയർന്ന പോസ്റ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ പെടുന്നതാണ്. എനിക്ക് തുടർന്ന് പഠിക്കാൻ ഒക്കത്തില്ലായിരുന്നല്ലേ, കാര്യം ഞാൻ സ്നാനപ്പെട്ട കാരണത്താൽ എന്നെ പഠിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. അദ്ദേഹം എന്നോട് പറയാൻ, നീ ഇതിനകത്ത് ചേരുകയാണ്, നീ ഒരു കാര്യം ഓർത്തോണം, നീ എയർഫോഴ്സിൽ ചേരുന്ന സമയത്ത് നീ എയർഫോഴ്സിലെ ജൂനിയർ മോസ്റ്റ് ആയിരിക്കും. ആര് പറഞ്ഞാലും അനുസരിച്ചേ പറ്റൂ, വേറൊന്നില്ല. അതുകൊണ്ടൊരു താഴ്മ സ്വഭാവം ഉണ്ടായിരിക്കണം. ആര് പറഞ്ഞാലും അനുസരിച്ചേ പറ്റൂ. യു ആർ ദ ജൂനിയർ മോസ്റ്റ്. പിന്നെ നിന്നേക്കാൾ സീനിയേഴ്സിനെ ബഹുമാനിച്ചേ പറ്റൂ. ഈ 2 പ്രിൻസിപ്പിൾസ് എൻ്റെ ജീവിതത്തിൽ എടുത്തു. അത് ആത്മലോകത്തിലും അതുപോലെ ഞാൻ പകർത്തി. എനിക്കത് ഒരുപാട് പ്രയോജനമായി. ദെൻ ആദ്യം വരുമ്പോൾ യൂണിഫോം ഇടാൻ പോലും ഒരു അനുവദിക്കത്തില്ലായിരുന്നു. കാര്യം മറ്റ് എയർഫോഴ്സുകാരുടെ കൂടെ യൂണിഫോം ഇട്ടാൽ മാന്യമായി നടക്കാൻ, സ്റ്റെപ്പ് വെച്ച് നടക്കാൻ പഠിക്കുന്നത് വരെ ഏറെക്കുറെ ആദ്യത്തെ 3 മാസത്തോളം, 3 മാസം വരെ യൂണിഫോം ഇടാൻ അനുവാദമില്ലായിരുന്നു. ഇത് ഒത്തിരി വർഷങ്ങളായിപ്പോയി, ഞാനിപ്പോൾ അതിൻ്റെ എത്ര മാസമാണെന്നൊക്കെ കറക്റ്റ് മറന്നുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയാണ് യൂണിഫോം ഇടാൻ ഒത്തത്. അത് കഴിഞ്ഞ് തോക്കെടുക്കാൻ അവർ പഠിപ്പിച്ചു. അതിനുശേഷമാണ് തോക്കും കൊണ്ട് നടക്കാൻ അനുവദിച്ചത്. വെടിവെക്കാനും ഉന്നമെടുക്കാനും പഠിപ്പിച്ചു. അതിനുശേഷമാണ് തോട്ട കൈ തന്നത്. എന്നിട്ട് മാത്രമേ ഒക്കത്തുള്ളൂ. ഇതുപോലെയാണ് ആത്മലോകത്ത്.
ഒരാളിനെ ദൈവം എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ച് അതിന് കൊള്ളാമെന്ന് കണ്ടു കഴിയുമ്പോഴേ ആ ലെവലിലേക്ക് കൊണ്ടിടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോന്നിനകത്ത് ഉയരാൻ ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഇടയാക്കി. അത് കഴിഞ്ഞ് എനിക്ക് ഓരോ കോഴ്സ് കിട്ടുമ്പോഴും ഞാൻ വളർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കരുണയാൽ ഞാൻ ഇറങ്ങാൻ നേരത്തെ എയർഫോഴ്സിൽ നിന്ന് ഡയറക്റ്റ് ഞാനൊരു പ്രൈവറ്റ് കമ്പനി ജോയിൻ ചെയ്തു. എയർഫോഴ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്ത് ആ സമയത്ത് ഇന്ത്യൻ എയർഫോഴ്സ് തന്നെ എന്നെ തിരിച്ചു വിളിച്ച് ഒരു ജൂനിയർ സയന്റിസ്റ്റ് ആയിട്ട് R&D ഓർഗനൈസേഷനിൽ എന്നെ ആക്കിയത് അതുകൊണ്ടാണ്. ഓഫ് കോഴ്സ് മറുവശം ഞാൻ ഇറങ്ങുമ്പോഴത്തെ എൻ്റെ സർട്ടിഫിക്കറ്റ് എക്സെപ്ഷനലി ഗുഡ് ആൻഡ് എക്സംപ്ലറി എന്ന് എനിക്ക് തന്നിരുന്ന ട്രേഡ് പ്രൊഫിഷ്യൻസിയും അതുപോലെ തന്നെ എൻ്റെ ജനറൽ ബിഹേവിയർ എക്സെപ്ഷനലി ഗുഡ് ആൻഡ് എക്സംപ്ലറിയാണ്. എനിക്കൊരു മാരേജ് ലൈസൻസ് ഉണ്ട്. ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം എടുക്കാം. എനിക്കൊരു മാരേജ് ലൈസൻസ് ഉണ്ട്. കർണാടകത്തിൽ ഒരു മാരേജ് ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ ആരെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്യണം. എനിക്ക് അങ്ങനെ റെക്കമെൻഡ് ചെയ്യണമെന്നും ആരുമില്ലായിരുന്നു. അങ്ങനെ വരുമ്പോൾ ജുഡീഷ്യൽ എൻക്വയറി കഴിഞ്ഞെങ്കിലേ അവർ തരത്തുള്ളൂ. ഒരു പോലീസ് എൻക്വയറിയെ പോലും തരത്തില്ല, ജുഡീഷ്യൽ എൻക്വയറി കഴിയണം. ഞാൻ ആ ലൈസൻസ് തരുന്ന സാറിനെ പോയി കണ്ടു, IAS കാരനാണ്. അദ്ദേഹത്തെ കണ്ടേച്ച് എൻ്റെ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് കാണിച്ചു. ദൈവത്തിന്റെ കൃപയാൽ എൻ്റെ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്തിരിക്കുന്ന ഒരു വിംഗ് കമാൻഡറാണ്. അദ്ദേഹം ഞങ്ങളുടെ യൂണിറ്റിന്റെ കമാൻഡിങ് ഓഫീസറായിരുന്നു. ഒരു വിംഗ് കമാൻഡർ എന്നുള്ളത് ജുഡീഷ്യൽ സർട്ടിഫിക്കറ്റിനേക്കാളൊക്കെ സൈൻ ചെയ്യുന്ന ജഡ്ജിനേക്കാൾ ഒത്തിരി ഉടമയല്ല. അദ്ദേഹമാണ് തന്നിരിക്കുന്നത് എക്സെപ്ഷനലി ഗുഡ് ആൻഡ് എക്സംപ്ലറി. അതാണ് എനിക്ക് തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റ്. അയാളത് കണ്ടു പറഞ്ഞു, ഇതിനേക്കാൾ കൂടി ജുഡീഷ്യൽ സർട്ടിഫിക്കറ്റ് എവിടുന്ന? സോ യു ടേക്ക് ഇറ്റ്. എനിക്കെല്ലാം കൂടി 1 മണിക്കൂറിന്റെ മെനക്കേടെ ഉള്ളായിരുന്നു. അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. സോ ഹി ഡയറക്ട്ലി റെക്കമെൻഡഡ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്ത് എനിക്ക് വരാൻ കഴിഞ്ഞു. പിന്നെ ഒത്തിരി ട്രെയിനിങ്ങുകൾ എനിക്ക് കിട്ടി. ആ ഓരോ ട്രെയിനിങ്ങിലും ഞാൻ എയർഫോഴ്സിനകത്ത് ഉയരുകയും ചെയ്തു. ഇത് തന്നെ ഞാൻ ആത്മജീവിതത്തിലും പാഠമാക്കി. ഞാൻ പറയുന്നത്, നമ്മൾ ഈ പൊതുവെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സ്നാനപ്പെട്ടപ്പോഴത്തേക്ക് എന്നോ എതിരായിരുന്നറിയാമോ? കാര്യം സ്നാനപ്പെടാത്തവർക്ക് അതിന് ഭയങ്കര വൈരാഗ്യമായിരുന്നു. അതുകൊണ്ടല്ലേ എന്നെ എൻ്റെ സ്വന്തം വീട്ടിൽ കയറ്റാതിരുന്നത്, എനിക്ക് ആഹാരം തരാതിരുന്നത്, എൻ്റെ സ്കൂളിൽ എന്നെ പഠിപ്പിക്കാതിരുന്നത്. ഞാൻ സ്നാനപ്പെട്ട കുറ്റത്താല. പക്ഷെ അവർക്കതിനെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയിട്ടില്ല. ആ വെളിപ്പാട് എനിക്ക് കറക്റ്റ് ആയിരുന്നു എന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിനകത്ത് പിടിച്ചു നിന്നു. അന്യഭാഷ സംസാരിച്ചപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് വിരോധമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്നെ എയർഫോഴ്സ് ലെവലിൽ തന്നെ അച്ഛൻ വർഗീസാക്കി, ബിഷപ്പ് വർഗീസാക്കി, തിരുമേനി വർഗീസാക്കി, ദൈവം വർഗീസാക്കി. ഇതെല്ലാം കഴിഞ്ഞതാണ്. ഭക്തൻ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതല്ല. പക്ഷെ ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നു. കാര്യം മറ്റവർക്ക് ആ വെളിപ്പാടില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്. ഞാൻ അന്യഭാഷ കളിയാക്കിയിട്ടില്ല. ഇന്നുവരെയും ഞാനതിനെ റെസ്പെക്ട് ചെയ്യുന്നു. ഞാനത് സംസാരിക്കുന്നു, അത്യാവശ്യമുള്ളിടത്ത് മാത്രം. അനാവശ്യമായിട്ടൊരു പ്രസംഗ സ്റ്റേജിലും മറ്റും ഉപയോഗിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. പിന്നെ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിലൊരു പ്രേരണ തരികയാണെങ്കിൽ ഞാൻ അന്യഭാഷ പറഞ്ഞെന്ന് വരും. അതർവൈസ് ഞാൻ പേഴ്സണൽ പ്രയറിലേ ഉപയോഗിക്കാറുള്ളൂ, ജനറലി ഉപയോഗിക്കാറില്ല. അന്യഭാഷയുടെ ആളുകൾക്കെതിരാണ്. കാര്യം ആ വെളിപ്പാട് അവർക്ക് കിട്ടിയിട്ടില്ല. ഇത് കഴിഞ്ഞായിരുന്നു ഓരോ പടി ദൈവം എന്നെ ഉയർത്തി. ഞാൻ അങ്ങനെ പറയാം. ആത്മവിശ്വാസം വന്നു. ആത്മവിശ്വാസം വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ചർച്ചിനകത്ത് എങ്ങനെയായാലും ഒരു 5000 പേര്, ഒരു 5000 പേര് ആത്മവിശ്വാസമായിട്ട് ഒറ്റ ശുശ്രൂഷയിലാണ് കയറി വരുന്നത്. ആ ശുശ്രൂഷ ഇങ്ങോട്ട് ആയതോടുകൂടെ എന്നും ചർച്ചിനകത്ത് വഴക്കുണ്ടാക്കുന്നവരുണ്ട്. അത് ഈ പഴയ ചർച്ചസിലൊക്കെ നോക്കണം. ഈ സ്വഭാവം അങ്ങ് മാറും. ആത്മവിശ്വാസയുടെ ലെവലിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വളരുന്നതോടെ ഈ സ്വഭാവം അങ്ങ് മാറും. വേറൊരു സ്വഭാവത്തിലേക്ക് മാറും ആളുകൾ. അതോടെ അങ്ങനെയുള്ള അനാവശ്യമായ വഴക്ക്. ഇതിനകത്തൊക്കെ വേന്നിരന്മാരുണ്ട്, ഭയങ്കര വേന്നിരന്മാർ. ഇതെല്ലാം കഴിഞ്ഞ് അതിനേക്കാൾ ഡയറക്റ്റ് ലൂസിഫർ ഭരിക്കുന്നവരുണ്ട്. അവരുടെ ഒന്നും സ്വഭാവം മാറത്തില്ല, പക്ഷെ അതർവൈസ് മാറും. അനുഗ്രഹവും ശാപവും എന്നുള്ള വിഷയം ദൈവം എനിക്ക് പഠിപ്പിച്ചു തന്നു. അത് പഠിപ്പിച്ചു തന്നതോടെ എനിക്ക് കൺവിക്ഷൻ ഉണ്ടായി. വേദപുസ്തകം, ഞാൻ ദൈവത്തിന്റെ കരുണയാൽ വേദപുസ്തകം സിസ്റ്റമാറ്റിക്കായിട്ട് എൻ്റെ വിവാഹത്തിന് മുമ്പേ 60 പ്രാവശ്യം വായിച്ചതാണ്, കവർ ടു കവർ. ഞാൻ അതിനെ ഒരു കൊച്ചു വിശദീകരണം കൂടെ പറയാം. വേദപുസ്തകത്തിന്റെ 45 കോപ്പികൾ ഇപ്പം ദൈവകൃപയാൽ വീട്ടിലിരിപ്പുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അത് ഒത്തിരി മലയാളമുണ്ട്. മലയാളത്തിലെ 7 ഡിഫറെന്റ് വേർഷൻസ്. കത്തോലിക്കർക്ക് എഴുതിയ വേദപുസ്തകം മുതൽ മാണിക്കത്തനാര് യാക്കോബായ സഭയ്ക്ക് വേണ്ടി എഴുതിയത്, ഏറ്റവും ഒടുവിൽ KP യോഹന്നാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ട്രാൻസ്ലേഷൻ, വിജയന്റെ ട്രാൻസ്ലേഷൻ, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ട്രാൻസ്ലേഷൻ, ഇതിനെല്ലാം കൂടെ 7 വ്യത്യസ്ത വേർഷൻസ് മലയാളം ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്. വ്യത്യസ്ത തർജ്ജമകൾ എൻ്റെ കയ്യിലുണ്ട്. ഇംഗ്ലീഷിലെ 16 തർജ്ജമകൾ ജനറലി ഉപയോഗിക്കാറുണ്ട്. വേറെ 1-2 എണ്ണങ്ങളൊക്കെ ഉണ്ട്. ESVയും അങ്ങനെയുള്ളതൊക്കെ ഇലക്ട്രോണിക്കലി ഡിജിറ്റലി ഒക്കെ ഇപ്പം കിട്ടുന്നുണ്ട്. അതും എൻ്റെ കയ്യിലുണ്ട്. അതർവൈസ് പ്രിന്റഡ് ഫോർമാറ്റിൽ എൻ്റെ കയ്യിൽ മലയാളത്തിൽ 7 വേർഷനും ഇംഗ്ലീഷിൽ 16 വേർഷൻസും ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാനിതെല്ലാം വെച്ച് വായിച്ചു. ഇതിനകത്ത് വായിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്, ഈ ഒരു തർജ്ജമയെ കാണുന്നതല്ല വേറൊരു തർജ്ജമയെ കാണുന്നത്. ഞാൻ നെഗറ്റീവായി ഇതൊന്നും പറയാറില്ല, പക്ഷെ ഞാൻ എൻ്റെ മനസ്സിനകത്ത് ഇത് കുറിക്കൊള്ളും. വൈ ഇറ്റ് ഈസ്
ബൈബിൾ ദൈവനിശ്വാസ്യമാണെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനതിനെ ചോദ്യം ചെയ്യത്തില്ല. പിന്നെ എന്തുകൊണ്ട് ഈ രണ്ട് വേർഷനുകളിൽ വ്യത്യാസം ഉണ്ടായി? അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് 1992 അതെ, 99% 1992 അല്ലെങ്കിൽ 93 എനിക്ക് ഹ്യൂസ്റ്റൺ ചർച്ചിൽ നിന്ന്, ഹ്യൂസ്റ്റണിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ നിന്ന് ഒരു കൺവെൻഷന് പ്രസംഗിച്ചപ്പോൾ അവരെനിക്ക് തന്നത് ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടറാണ് ഗിഫ്റ്റായിട്ട് തന്നെ. അതും ശുശ്രൂഷയിൽ അവർക്ക് പ്രയോജനമാണെന്ന് അവർക്ക് തോന്നി, അതുകൊണ്ട് അവർ തന്നതാണ്. ഒരു ഗിഫ്റ്റായിട്ട് തന്നത് ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടറാണ്. അതിൽ അന്നൊരാൾ ഒരു പ്രോഗ്രാം ഇട്ടു തന്നു. ഞാൻ ഈ കഴിഞ്ഞ വർഷം മനുഷ്യനെ കണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തിന് അതിൻ്റെ പേരങ്ങ് മറന്നുപോയി, എൻ്റെ ഓർമ്മ ഒത്തിരി പോയി, അതിൻ്റെ പേര് മറന്നു. പുള്ളി എന്നെ രണ്ടാമത് ഓർമ്മിപ്പിച്ചു. ഞാൻ ഇപ്പോൾ അത് ഓർക്കുന്നില്ല. ഇപ്പോൾ ആ പ്രോഗ്രാം അവൈലബിൾ അല്ല. അതിനേക്കാളൊക്കെ ഒത്തിരി ലേറ്റസ്റ്റ് വേർഷനാണ്. ലൈബ്രോണിക്സ് എന്നാണ് ഇപ്പോഴാ പ്രോഗ്രാമിനെ അറിയപ്പെടുന്നത്. അന്ന് അതിൻ്റെ വേർഷൻ എന്നായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. അതിനകത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. 4 വേർഷൻസിലുള്ള ബൈബിൾ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ബൈബിളിൽ അറ്റ് എ ടൈം ഒരൊറ്റ ഫേസേ കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് വേർഡ് ബൈ വേർഡായിട്ട് വായിക്കാം. ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് മനസ്സിലാകാൻ പ്രയാസമുണ്ടെങ്കിൽ ആ വാക്കിൽ കർസർ കൊണ്ടുവന്നിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എൻസൈക്ലോപീഡിയ വേർഷൻസ് എന്ന് പറഞ്ഞാൽ അത് എഴുതപ്പെട്ട ഭാഷയിൽ അതിൻ്റെ എൻസൈക്ലോപീഡിയ വേർഷൻ എന്തോ ആണ്, ഏതെല്ലാം കോണ്ടസ്റ്റിൽ അത് ഉപയോഗിക്കും, അതിൻ്റെ അർത്ഥം എന്തോ ആണ് എന്നിങ്ങനെയുള്ള ഒരു വിശദീകരണം കിട്ടി. 60 പ്രാവശ്യം ബൈബിൾ വായിച്ചു കഴിഞ്ഞ എനിക്ക് ഇത് ഒരു പ്രാവശ്യം വായിക്കാൻ 4 വർഷം എടുത്തു. കാരണം ഓരോ വാക്യവും ഇങ്ങനെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. മൂലഭാഷയിൽ എന്തോ എഴുതിയിരിക്കുന്ന ലെക്സിക്കണിൽ അതിൻ്റെ മീനിങ് എന്ത് കൊടുക്കുന്നു, ഇങ്ങനെ ചിന്തിച്ചു വന്നു. എനിക്കിന്ന് ബൈബിളിനെ കുറിച്ച് ഡൗട്ടില്ല. ഇന്നും എനിക്കറിയാൻ വയ്യാത്ത പലതും ഉണ്ട്. പക്ഷെ അത് ലെക്സിക്കൻ വേർഷൻസ് ഒന്നും അല്ല, നേരിട്ട് ദൈവത്തിൻ്റെ ഇന്ന് പ്രാപിച്ചു നോക്കുകയുള്ളൂ. അതുപോലുള്ള പലതുമുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഇന്ന് രാവിലെ ഞാൻ ചർച്ചിൽ പ്രസംഗിച്ചായിരുന്നു. യേശുവിനോട് ചോദിക്കാൻ വന്ന സാധുക്യര് ചോദിച്ചത്, ഒരു സ്ത്രീക്ക് 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഭർത്താക്കന്മാർ മരിച്ചു. അതായത് നമുക്കറിയാവുന്നതാണ്. ഒരു പുരുഷൻ വിവാഹം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചു. ഇളയ അനിയൻ അവളെ വിവാഹം കഴിച്ചു. അങ്ങനെ 7 പേരും. അവസാനം സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ ഇവൾ ആർക്ക് ഭാര്യയായിരിക്കും? 7 പേരുടെയും ഭാര്യ ആയിരുന്നല്ലോ. അതിനൊരു മറുപടി പറയാൻ മഹാപുരോഹിതരെ കൊണ്ട് നടപ്പില്ല. കാര്യം അവൻ്റെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചതല്ല. ഇതിന് നിത്യത എന്നുള്ള അറിവേ പറ്റുള്ളൂ. യേശുവിന് നിത്യതയിൽ എന്നുള്ള അറിവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിൻ്റെ മറുപടി പറഞ്ഞത്. വിവാഹാനന്തരം വിവാഹത്തിന് കൊടുക്കുന്നില്ല. ഇതുപോലെ നിത്യതയിൽ നിന്നുള്ള പല മറുപടിയും വെളിപ്പാടിൽ മാത്രമേ ദൈവം തരത്തുള്ളൂ, അല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. അങ്ങനെയുള്ള ഡൗട്ടുകൾ ഇന്നും എനിക്കുള്ള ചിലതുണ്ട്. നിത്യതയിൽ നിന്ന് നേരിട്ട് മറുപടി കിട്ടാതെ ഒക്കത്തില്ല. അങ്ങനെയുള്ള ഡൗട്ടുകൾ എനിക്ക് ഇന്നും ഉണ്ട് ബൈബിളിൽ. പക്ഷെ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ പറയുന്നില്ല. കാര്യം എൻ്റെ മറുപടി പറയാൻ എനിക്ക് ഒക്കുന്നില്ല, അത് സമയമില്ല. അതുകൊണ്ട് അങ്ങനെ ബൈബിൾ എനിക്ക് ഒരുമാതിരി നന്നായി മനസ്സിലായി. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനത്തിൽ ശരിയാണെന്നോ തെറ്റാണെന്നോ മനസ്സിലാക്കാനുള്ള ഒരു വിവേചന ആത്മാവ് ദൈവം തന്ന കാര്യം. ഒരു വലിയ ചർച്ചിൻ്റെ ചുമതല നോക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിനും അതുപോലെ ഒരാളിനെ എക്വിപ്പ് ചെയ്തേ പറ്റുള്ളൂ. അത് ദൈവത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ഞാൻ ഇന്നും എൻ്റെ മോനോട് പറഞ്ഞിട്ട് ഒരു സർട്ടൻ ഏരിയ നമുക്ക് ഉണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി ഔട്ട് സ്റ്റേഷൻസ് ഉണ്ട് പാസ്റ്ററെ. ഒരു ഞായറാഴ്ച 22 ആരാധന നടക്കണം. ഒരൊറ്റ ഞായറാഴ്ച 22 ആരാധന നടക്കണം. അപ്പോൾ അതിനകത്ത് വരുന്നവരും പോകുന്നവരും അങ്ങനെയുള്ള പല കാര്യങ്ങളും. ഞാൻ ഇന്നും മോനോട് പറയുന്നത്, നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് ഒരുത്തനെ ട്രെയിൻ ചെയ്തെടുക്കണം. അതിന് പ്രോപ്പർ ഹാൻഡ്സ് ഞങ്ങൾക്കില്ല. ഞാൻ ചെയ്യും, അവനും ചെയ്യും. പക്ഷെ ഞങ്ങളെ രണ്ടുപേരെ കൊണ്ട് മാത്രം പറ്റുകയില്ല. മറ്റൊരുപാട് ഡ്യൂട്ടികളൊക്കെ ആയതുകൊണ്ട്, ശുശ്രൂഷകളായതുകൊണ്ട് നമുക്കൊരാളിനെ ട്രെയിൻ ചെയ്യണം. ഇതുപോലെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിന് കൊള്ളാവുന്നവരെ ട്രെയിൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കടമയാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ അങ്ങ് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ ദൈവം നമുക്കത് തരും. ഇങ്ങനെ ഓരോ പുതുമകൾ വരുമ്പോൾ, ഞാൻ പറഞ്ഞു പട്ടാളത്തിൽ ഓരോ പുതിയ കോഴ്സ് കഴിയുമ്പോൾ ഓരോ പുതിയ ഡ്യൂട്ടി കിട്ടും. അങ്ങനെ എനിക്കൊരു നല്ല സ്ഥാനത്ത് ഞാൻ വന്നു. ഞാൻ അവസാനം വരുന്നത് ഗ്രൗണ്ടിൽ പരേഡ് നടത്തുകയല്ലായിരുന്നു, തോക്കെടുത്ത് വെടിവെക്കുകയല്ലായിരുന്നു. ദൈവത്തിൻ്റെ കരുണയിൽ എയർ കണ്ടീഷൻ റൂമിൽ മാത്രം ഇരുന്ന് അതുപോലുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ദൈവം എനിക്ക് ഒടുക്കി തന്നത്. അത് ഒത്തിരി കോഴ്സുകൾ കിട്ടിയ ശേഷം ഇതുപോലെ പരിശുദ്ധാത്മാവ് എനിക്ക് ഒരുപാട് കോഴ്സുകൾ തന്നു. ഒരുപാട് കോഴ്സുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ കാനഡയിൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസ് അമേരിക്ക വരെ ചെയ്തതാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻസിൽ എൻ്റെ ഹയർ സ്റ്റഡീസ് അവിടെ ചെയ്തതാണ്. അവിടെ വെച്ചാണ് ഞാൻ 1975 ഗവൺമെൻറ് എന്നെ ഒരു കോഴ്സിന് അയച്ചു. അന്നാണ് ഞാൻ കരിസ്മെറ്റിക് മൂവ്മെൻറ്റ് ആദ്യമായിട്ട് കാണുന്നത്, കാതലിക് കരിസ്മെറ്റിക് മൂവ്മെൻറ്റ്. ഞാൻ അവിടെ പോയി കണ്ടു. പലതും എൻ്റെ ആത്മാവിൽ പ്രചോദനമായി തോന്നി. പക്ഷേ ഡോക്ട്രിനലി എനിക്ക് അവരോട് യോജിക്കാൻ ഒക്കാതെ വന്നു. ഞാൻ അവരെ കണ്ടം ചെയ്യത്തില്ല. അത് പരിശുദ്ധാത്മാവിനോടുള്ള പാപമായി മാറും. പക്ഷെ ഞാൻ അവരുടെ ഉപദേശത്തിൽ പോകത്തില്ല. സിലോൺ പെന്തക്കോസ്റ്റ് മിഷൻ ഞാൻ ഇവിടെ വെച്ച് പോയി തുടങ്ങിയതാണ്. ഞാൻ അവരുടെ കൂടെ കൂട്ടായ്മ കൂടും, പക്ഷെ കർത്തൃമേശ എടുക്കത്തില്ല. കാര്യം അത് ഡോക്ട്രിനൽ പെശക അതിനകത്തുള്ളത് കൊണ്ട് ആ ഒരു കെട്ട് എൻ്റെ തലയിൽ വേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം. പക്ഷെ ഇതിങ്ങനെ എടുക്കും. ഇതുപോലെ പോകുന്ന ഇടങ്ങളിൽ ഒരുപാട് ഉണർവുകൾ ഞാൻ കണ്ടു. ഒരിക്കലെ കാനഡയിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ടൊറൻഡോ ബ്ലെസ്സിങ്സ്
എന്നോടൊരാൾ പറഞ്ഞു, ടൊറൻഡോ ബ്ലെസ്സിങ്സ് കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. എന്നോട് പറഞ്ഞു, ഇവിടെ വാട്ട് യു കോള് വിനിയാട് ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്, അവിടെയാണ് ഈ ടൊറൻഡോ ബ്ലെസ്സിങ് നടക്കുന്നത്, വന്നാൽ നമുക്ക് പോയി കാണാം. ഞാൻ വെച്ചത് എൻ്റെ കടിക്കുന്നതൊന്നും അല്ലല്ലോ. കാര്യമൊക്കെ ചോദിച്ചോ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ തിരികെ അല്ലെന്നുണ്ടെങ്കിൽ കണ്ടു ചോരുക. അങ്ങനെയാട്ടെന്ന് പറഞ്ഞു പോയി. വളരെ പ്രാർത്ഥനയോടെ ഞാൻ പോയി. കർത്താവേ, എന്നെ പഠിപ്പിക്കാൻ എന്തെങ്കിലും ആണെങ്കിൽ പഠിപ്പിക്കണം, അല്ലെങ്കിൽ എൻ്റെ ടൈം കളയാതെ എന്നെ എളുപ്പം തിരിച്ചു കൊണ്ടുവരണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പലതും അക്സെപ്റ്റബിളാണ്. ഒരുപാട് കാര്യങ്ങൾ അക്സെപ്റ്റബിളാണ് അവിടെ കണ്ടത്. അതിനകത്തൊരു ആത്മചൈതന്യവും ആത്മനിറവും ഞാൻ കണ്ടു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇതിനകത്തൊരു ആത്മചൈതന്യം ഞാൻ കാണുന്നു, ഇത് ദൈവസഭയുടെ വളർച്ചയ്ക്ക് പ്രയോജനമാകുമെങ്കിൽ ദയവായിട്ട് എന്നെ ഏൽപ്പിക്കണം. അതിനിടയ്ക്കാണ് ഒരാൾ എന്നോട് വന്നിട്ട് എന്നെ കാര്യമൊക്കെ ചോദിച്ചു. ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം പ്രാർത്ഥിച്ചു. ഒരളവിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ എൻ്റെ കൂടെ ദൈവം തന്നു. അത് പ്രാർത്ഥിക്കുമ്പോഴത്തെ അസാമാന്യമായ ദൈവ സാന്നിധ്യവും അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. അത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചർച്ചിലുള്ള പലരുടെ മേലും ഇത് പകരാറുണ്ട്. ഒരിക്കൽ ബെന്നിഹിൻ്റെ മിനിസ്ട്രി ഞാൻ കണ്ടായിരുന്നു. ബെന്നിഹിൻ്റെ മിനിസ്ട്രി എനിക്ക് കണ്ടപ്പം ഭയങ്കര ആത്മീയ സന്തോഷം തോന്നി. ഡോക്ടറിനലി അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്കറിഞ്ഞുകൂടാ. ഈ ബെന്നിഹിൻ എന്തോ ആ കാതറിൻ ഗുൽമന്റെ കല്ലറയിൽ പോയി എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ചുമ്മാ ഈ പബ്ലിക്കിനെ കളിയാക്കാൻ വേണ്ടി ചെകുത്താൻ്റെ ഭൃത്യന്മാർ ഇതിങ്ങനെ പടച്ചു വിടുമെന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു യാഥാർത്ഥ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇപ്പം കാണിച്ചു തരാൻ വേണ്ടി ഇന്ന ടേപ്പിനകത്ത് കിടപ്പുണ്ടെന്ന് വരെ ഒരു പുള്ളി എന്നോട് പറഞ്ഞു. ആ ടേപ്പ് എൻ്റെ ഇരിപ്പുണ്ട്, അതിനകത്ത് ഇങ്ങനെ ഒരു സൂത്രം ഇല്ല. VHS ടേപ്പുകൾ അന്ന് ഇറക്കിയിരിക്കുന്ന. ഞാൻ ഓർക്കുന്നുണ്ട്, എന്തുവാണ് ആ ടേപ്പിന്റെ പേര് ഞാൻ മറന്നുപോയി. അതിന്റെ 4ാമത്തെ വോളിയത്തിലുണ്ടെന്നൊരു ഒരാൾ പറഞ്ഞു. എടാ, അതിന് 1 of 3, 2 of 3 and 3 of 3 3 വോളിയമേ അതിന് ഉള്ളൂ. അത് 3 എൻ്റെ ഉണ്ട്. അതിന് 4ാമതൊരു വോളിയം ഇല്ല. കാര്യം 1 of 3 എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. 1 of 3, 2 of 3, 3 of 3 ഇത്ര എഴുതിയിട്ടുള്ളൂ. ഇത് വെറും കള്ളം, പച്ച കള്ളം അങ്ങ് പറഞ്ഞുണ്ടാക്കുക. അതിനകത്തെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടില്ല. അപ്പം ഞാൻ കണ്ടെടുത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശ പശക ഞാൻ കണ്ടില്ല. പക്ഷെ ശുശ്രൂഷയിൽ വരുന്ന ആത്മവ്യാപാരം അതിശക്തമായി ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, കർത്താവേ, അതെനിക്ക് തന്ന നല്ലതാണ്. പെൻസക്കോള ഉണർവ് ഞാൻ പോയി കണ്ടതാണ്. ഞാനകത്ത് പോയി പങ്കെടുക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. 2-3 ദിവസം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പെൻസക്കോള മൂവ്മെന്റ്. ഇങ്ങനെ വ്യത്യസ്ത മൂവ്മെന്റുകളിൽ പോകാനും കാണാനും അത് പരിശുദ്ധാത്മാവായിട്ട് അയച്ചാലേ പറ്റൂ ആശ്രേ. അല്ലെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ദൈവത്തിന് തന്നെ തോന്നി. എനിക്ക് കിട്ടിയ ട്രെയിനിങ്ങുകൾ ഗവൺമെന്റിന് തോന്നിയതുകൊണ്ട് എനിക്ക് തന്നത്. അല്ലെ ഇങ്ങനെ പോകാൻ വെക്കുന്നത്. ഞാൻ അമേരിക്കൻ ട്രെയിനിങ് കഴിഞ്ഞതാണ്. ഞാൻ അവിടെ ഡിജിറ്റൽ ടെക്നോളജിയിലും മൈക്രോവേവ് ടെക്നോളജിയിലും 2 ഹയർ സ്റ്റഡീസ് ദൈവം എനിക്ക് തന്നതാണ്. അവിടെ അത് ദൈവമായിട്ട് അങ്ങനെ തന്നു, ഗവൺമെന്റ് തന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ സാധിച്ചു. ഇതുപോലെ ദൈവമായിട്ട് പലയിടത്ത് വിട്ടത് കൊണ്ടാണ് ഞാൻ പോയത്. ഇങ്ങനെ ഓരോ പുതിയ കാര്യങ്ങൾ കിട്ടിയത് അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റബിൾ വൺസ് അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു 50 കൂട്ടം കാര്യങ്ങൾ കാണും. ഒരു 50 കൂട്ടം കാര്യങ്ങളുണ്ട് ഞാൻ റെഗുലർലി കാണാറുണ്ട്. ഞാൻ ഒന്നിനെ കുറിച്ചും പറയാൻ പോലും വരുന്നില്ല. കാര്യം എനിക്കത് കൊള്ളുകയില്ല. അത് നമ്മുടെ ചർച്ചിനകത്ത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. വേദപുസ്തക പ്രകാരം കണ്ടം ചെയ്യാൻ ഒക്കാത്തതും. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം ഞാൻ 20 കൊല്ലം ബൈബിൾ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. 30 കൊല്ലം ഓലപ്പള്ളി കൊടുത്ത് പഠിച്ചാൽ അവനെ കൊണ്ട് എന്നെ സാധിക്കാനാണ്. ആത്മനിറവിലുള്ള എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡിഫറൻറ്റ്. അങ്ങനെ പല ട്രെയിനിങ്ങുകൾ ദൈവം തന്നു. അത് സഭയിൽ പ്രായോഗികമാക്കി. ഇതിൽ ഓരോന്നിലും പുതിയ ആത്മാക്കളെ കിട്ടിക്കൊണ്ടിരുന്നു. ഓരോന്നിലും ഞാൻ ഓർക്കുന്നുണ്ട്, ആത്മവിവശതയുടെ ഒരു ഹയർ ലെവൽ. ആളുകളുടെ ശരീരം മണ്ണി കിടക്കുമ്പോൾ തന്നെ അവർ സ്വർഗത്തിലും നരകത്തിലും ഒക്കെ പോവുകയും പല കാഴ്ചകൾ കാണുകയും ചെയ്യും. ദേശത്ത് വ്യാപാരിക്കുന്ന പ്രതികൂല ശക്തികൾ ഏതാണ് എന്നവർ കറക്റ്റായിട്ട് വന്നു പറയും. ഞങ്ങൾ ആ ശക്തിക്കെതിരെ പ്രാർത്ഥിക്കും, അതിനെ ഞങ്ങൾ ശാസിക്കും. ഒരു 100 ആത്മാക്കൾ അതിൻ്റെ കീഴിലുള്ളത് ഇനി പോരും. ഇങ്ങനെയൊക്കെയാ ചർച്ച് വളരുന്നത്. ശുശ്രൂഷകൾ ചർച്ച് ഗ്രൂത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇതാ. പക്ഷേ ഇത് കഴിഞ്ഞ് അതിനേക്കാൾ കവിഞ്ഞ് എനിക്കിത് ഫോർമുലേറ്റ് ചെയ്ത് പറയാൻ അറിയാൻ വയ്യ. എനിക്കിതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാര്യം ഇത്രയൊക്കെ ചർച്ച വളരാൻ ഇതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. അല്ല, വരുന്നവർക്ക് നല്ല ബൈബിൾ സ്റ്റഡി കൊടുക്കും. ഞാൻ നല്ല ബൈബിൾ സ്റ്റഡി കൊടുക്കും. എനിക്ക് തോന്നുന്നത് അവർ എളുപ്പം വീഴാത്തതുപോലെ ബൈബിൾ സ്റ്റഡി കൊടുക്കും. ഞാൻ പറഞ്ഞു, ഇതിനിടയ്ക്കും വേന്ദ്രന്മാരുണ്ട്. ഇതിനേക്കാളൊക്കെ അപ്പുറത്തെ ചെകുത്താൻ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വിട്ട പുള്ളികളുണ്ട്. അവരെ ഒന്നും അടുത്തൂടെ വരാൻ എന്നെ കൊണ്ട് ഒക്കുകയില്ല. പക്ഷെ എന്നെ കൊണ്ട് ഒക്കുന്നത് പോലെയൊക്കെ കർത്താവ് നിർത്തുന്നു. പിന്നെ അസംബ്ലീസ് കോഡിൻ്റെ പ്രിൻസിപ്പിൾസ്. എനിക്ക് കൂട്ടു സഹോദരന്മാരുണ്ട് എല്ലാ കാര്യത്തിലും. അവരോട് ഞാൻ അഭിപ്രായം ചോദിക്കും. 10ഉം 30ഉം സഭകളുള്ള കർത്തൃദാസന്മാരെ ദൈവകൃപയാൽ നമ്മുടെ കൂടെ ഉണ്ട്. യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലും സദനേഷ്യ ബൈബിൾ കോളേജിലും ഇങ്ങനെയുള്ള ബൈബിൾ കോളേജുകളിൽ നിന്ന് അതിനകത്ത് സീനിയർ സ്റ്റാഫ്, വേദപുസ്തകത്തെക്കുറിച്ച് ഒരുമാതിരി അറിയാവുന്നവർ, അവരോട് ഞാൻ എനിക്ക് ഡൗട്ടുള്ളപ്പം പോയി ചോദിക്കും. അതിനകത്ത് തന്നെ പ്രത്യേകിച്ചും ഗ്രീക്കും എബ്രായും ഒക്കെ എടുത്ത സ്പെഷ്യലിസ്റ്റുകൾ കാണും. സാധാരണക്കാരനോടൊരു ആശയം ചോദിക്കാതെ ഇങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റിനോട് ഈ വാക്കിൻ്റെ അർത്ഥം എന്തോ, എങ്ങനെയാണ് ഇത് എടുക്കാൻ കഴിയുന്നത്, ഞാൻ ഇന്നും ചോദിച്ചു പഠിക്കാറുണ്ട്. അങ്ങനെയൊക്കെ അവസ്ഥ പോകുന്നത്. എൻ്റെ അടുക്കൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു.
ആ മൊബൈൽ ഫോണിനകത്ത് ഇൻകമിങ് കോൾസ് റെക്കോർഡ് ചെയ്യും. പക്ഷേ ആ കോൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യപ്പെടത്തില്ല. എനിക്ക് വേണ്ട കോൾ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല, അല്ലെ അതിൻ്റെ റെക്കോർഡിംഗ് ക്വാളിറ്റി തീരെ മോശം. പലതുകൊണ്ടും ആ ടെലിഫോൺ എനിക്ക് വളരെ നല്ലതായിരുന്നു. എൻ്റെ പോക്കറ്റിനകത്ത് ഒതുങ്ങും. ഞാൻ ഈ സഫാരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ പോക്കറ്റിനകത്ത് കറക്റ്റായിട്ട് ഒതുങ്ങും. വെയിറ്റ് തീരെ കുറവാണ്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ഒറ്റ യോഗ്യത അതിനില്ലാഞ്ഞത് കാരണം അതിൻ്റെ ഹയർ മോഡൽ എനിക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വന്നു. ദൈവസഭയിലും കൂടെ പരിശുദ്ധാത്മാവ് ഈ ഹയർ മോഡൽസ് എടുക്കാറുണ്ട്. ഈ പഴയ പുള്ളികളെ അങ്ങ് സ്ക്രീൻ ചെയ്ത് മാറ്റി വെച്ച് ഹയർ മോഡൽസ് എടുക്കാറുണ്ട്. ഇവർക്ക് സ്ഥാനമുണ്ട്. ഞങ്ങളുടെ കൊച്ചുമക്കളുടെ കയ്യിൽ അത് കൊടുത്താൽ മതി. ഇന്ന് കൊച്ചുമക്കളെ സമ്മതിക്കില്ല. പക്ഷെ കൊച്ചുമക്കൾ കൊച്ചായിരുന്ന കാലത്ത് അപ്പച്ചൻ കളഞ്ഞ ഫോൺ മതി അവർക്ക്. അതുകൊണ്ട് അവരിത് ഉപയോഗിക്കുമായിരുന്നു. അവർക്കിപ്പോൾ ഒരു ഇൻകമിങ് കോളിന് റെക്കോർഡിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇതുപോലെ നമ്മൾ ഓരോ മോഡലും അപ്ഗ്രേഡ് ചെയ്തേ പറ്റുള്ളൂ. അതാത് വർഷത്തേക്ക് ആവശ്യമുള്ള അപ്ഗ്രേഡിങ് പരിശുദ്ധാത്മാവ് തരണം. അതൊരു മസ്റ്റാണ്. അതിന് 10-40 ദിവസം ഉപവസിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നേ പറ്റൂ. ഓക്കെ പാസ്റ്റർ, താങ്ക് യു. സഭാ വളർച്ചയ്ക്ക് ബൈബിൾ സ്കൂൾ പഠനം ആവശ്യമില്ല എന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല പാസ്റ്റർ, ബൈബിൾ സ്കൂൾ പഠനം എന്ന് പറയാനൊക്കത്തില്ല. ബൈബിൾ പഠനം നിർബന്ധമാണ്. അത് ലോക്കൽ ചർച്ചിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ ബൈബിൾ സ്കൂളിൽ പോകണം. ഞാൻ വേറൊരു രീതി കൂടെ അത് പുട്ടപ്പ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളെ സഭ വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. നിങ്ങളത് നേരിട്ട് ദൈവത്തിൻ്റെ നിന്ന് പ്രാപിക്കണം. ദൈവത്തിൻ്റെ നിന്ന് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ കൊണ്ടുവെക്കുന്ന ഓൾട്ടർനേറ്റീവ് ഇതേ ഉള്ളൂ, ബൈബിൾ സ്കൂളിൽ വിടുക. അപ്പം അത് നേരിട്ട് ദൈവത്തിൻ്റെ നിന്ന് പ്രാപിക്കാൻ കഴിയാത്തവർക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ബൈബിൾ തറവിലി അറിഞ്ഞേ പറ്റൂ. ഡോക്ട്രിൻസ് കറക്റ്റ്ലി അറിഞ്ഞേ പറ്റൂ. അതറിയാതെ പോയി കഴിഞ്ഞാൽ അബദ്ധത്തിൽ ചാടുക. പിശാച് വല്ലാതെ അവനെ ഉപദ്രവിച്ചു കളയും. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഭയും പിശാച് ഉപദ്രവിക്കും. അത് വരാതിരിക്കാൻ ഒരു തറവ് ബൈബിൾ നോളജ് അത് തന്നെ വായിക്കുക എപ്പോഴും നല്ലത്. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. അതിനുള്ള ഡിസിപ്ലിൻ ഇല്ലാത്തവർക്ക് ബൈബിൾ സ്കൂൾ നല്ലത്. പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ഒത്തിരി സർട്ടിഫിക്കറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഈ സെക്യുലർ ഫീൽഡിൽ എല്ലാം ഞാൻ നൈറ്റ് കോളേജിൽ ചേർന്ന് പഠിച്ചതോ ഒറ്റയ്ക്ക് ലൈബ്രറിയിൽ പോയിരുന്ന പുസ്തകം എടുത്ത് വായിച്ച് പഠിച്ചതോ. അല്ലാതെ അധികം കോളേജിൽ പോയതല്ല. കോളേജിൽ പോയി ഇല്ലെന്നല്ല, അധികം കോളേജിൽ പോയതല്ല. അതിനേക്കാൾ കൂടുതലും ഞാൻ പ്രൈവറ്റിലിരുന്ന് പഠിച്ചതാണ്. അതിനെന്താ, എൻ്റെ ഡോക്ടറേറ്റ് പോലും ഓണററിയാം. ഞാൻ പ്രൈവറ്റായിട്ട് ചെയ്തതേ ഉള്ളൂ. ഓണററിയാം എൻ്റെ ഇരിക്കുന്ന ഡോക്ടറേറ്റ് പോലും. ഓക്കെ, താങ്ക് യു. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ദൈവസഭയ്ക്ക് അടിയന്തരമായിട്ട് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ചുരുക്കം വാചകങ്ങൾ പറയാമോ? എനിക്ക് തോന്നുന്നത്, അഗൈൻ എൻ്റെ പ്രായോഗിക അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാമെന്നേ ഉള്ളൂ. അല്ലെ ഒരു ജനറൽ റൂൾ എനിക്ക് പറയാൻ അറിയാൻ വയ്യ. അതുകൊണ്ട് എൻ്റെ പ്രായോഗിക അനുഭവത്തിൽ ദൈവവുമായി ഏറ്റവും ബന്ധം സൂക്ഷിക്കുന്നവർ മാത്രം ശുശ്രൂഷിക്കണം. അല്ലാതെ ഒരാളിനെ കൊണ്ട് ശുശ്രൂഷ നടക്കത്തില്ല. കാര്യം ശുശ്രൂഷയുടെ ഓരോ രംഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിന് വഴിതിരിച്ചു വിടാൻ കാണും. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഞാൻ നിന്നെ പല്ലേറിയതും മൂർച്ചയുള്ളതും പുതിയതുമായ ഒരു മെതിവണ്ടിയാക്കും. പഴഞ്ച വണ്ടികൾ കൊണ്ടൊന്നും ഇന്നത്തെ മെതി നടക്കില്ല. ഒറ്റപ്പല്ലം മെതിവണ്ടി കൊണ്ട് ഒരു രക്ഷയില്ല. ഒരിടത്ത് ബൈബിൾ സ്റ്റഡി ആയിരിക്കും വിജയിക്കുന്നത്, അവിടെ ബൈബിൾ സ്റ്റഡി എടുക്കണം. വേറൊരിടത്ത് പ്രസംഗമായിരിക്കും, അവിടെ പ്രസംഗം എടുക്കണം. ഇനി ഒരിടത്ത് രോഗശാന്തി ആയിരിക്കണം, അവിടെ രോഗശാന്തി എടുക്കണം. ഇനി ഒരിടത്ത് പ്രവചനമായിരിക്കണം. പക്ഷെ എൻ്റെ ആ പ്രവചനത്തിൻ്റെ പല്ല് തീരെയും വർക്ക് ചെയ്യുന്നതല്ല. എന്നാലും അങ്ങും ഇഞ്ഞും ചില കാഴ്ചപ്പാടൊക്കെ ദൈവം തരും. കുറഞ്ഞ പക്ഷം എനിക്ക് നല്ല ലീഡിങ് ലെവലിലുള്ള പ്രവാചകന്മാരുമായി ബന്ധമുണ്ട്. അപ്പം അത്യാവശ്യം വരുമ്പോൾ അവരിലൊരാളെ വിളിക്കുകയോ എടുക്കുകയോ ഒരു ആലോചന ചോദിക്കുകയോ തെറ്റാതെ ആലോചന പറഞ്ഞു തരുന്ന നല്ല പ്രവാചകന്മാരുണ്ട്. എഗെയിൻ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിനെ അനുസരിച്ചാണ്. ദൈവവുമായി ബന്ധമുള്ള ഒരാൾ പോയി അതുപോലെ ഒരു ആത്മസാന്നിധ്യത്തിൽ ഒരു ആലോചന ഒരു പ്രവാചകനോട് ചോദിച്ചാൽ ആലോചന കറക്റ്റായിട്ട് കിട്ടും. ഒരു ആത്മസാന്നിധ്യം ഇല്ലെങ്കിൽ ആലോചന വളരെ ഡൗൺ ആയിരിക്കും. അതുപോലെ ദൈവവുമായി അതുപോലെ ബന്ധമില്ലാത്തവനാണ് ചോദിച്ചെങ്കിൽ അവനോട് പറയാൻ ദൈവത്തിന് വലിയ താല്പര്യം കാണത്തില്ല. അപ്പോൾ അങ്ങനെ ദൈവിക ആലോചന എടുക്കുക. ഇങ്ങനെ ദൈവ സാന്നിധ്യമുള്ള ഒരാൾ ശുശ്രൂഷിക്കണം. 2, ഞാൻ മുമ്പേ പറഞ്ഞു, ബൈബിളിൽ തറവ് നോളജ് വേണം. ദെൻ ഒരുപാട് ഡിസിപ്ലിൻഡ് ആയിരിക്കണം ശുശ്രൂഷകന്മാർ. ടൈമിന് തുടങ്ങുക, ടൈമിന് നിർത്തുക, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ടൈമിന് ഇഫക്റ്റീവായി പറയുക. പലരും വർത്തമാനം പറയാൻ തുടങ്ങിയാൽ എന്തോ പറഞ്ഞതെന്നും അറിയത്തില്ല, ഏതുവഴിയൊക്കെയാണ് പോകുന്നതെന്നും അറിയത്തില്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള നല്ല ശുശ്രൂഷന്മാർ നമുക്കുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അതുള്ളവർക്ക് ആത്മസാന്നിധ്യം കാണത്തില്ല. ആത്മസാന്നിധ്യം ഉള്ളവർക്ക് ഇത് കാണത്തില്ല. ആത്മസാന്നിധ്യവും ടൈം സൂക്ഷിക്കാൻ പഞ്ച്വാലിറ്റി അറിയുകയും കൂടെ ചെയ്യാവുന്നവർക്ക് ബൈബിൾ അറിയത്തില്ല. അപ്പം ഇതെൻ്റെ എല്ലാം കൂടെ ഒരു സമൂലത ഒരാളിന് കിട്ടിയേ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് പേര് ഈ അഭിപ്രായം പറയാൻ വരുന്നവർ കാണും. അവരോടൊക്കെ വളരെ സ്നേഹമായിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് വിടാനുള്ള ഒരു കപ്പാസിറ്റി, ഗട്ട്സ് ഉണ്ടായിരിക്കണം.
എൻ്റെ ആദ്യം മുതലുള്ള ഒരു പ്രിൻസിപ്പിളായിരുന്നു, ചർച്ചിൻ്റെ കയ്യിൽ നിന്ന് കഴിവുള്ളിടത്തോളം ഒന്നും വാങ്ങിക്കാതെ എൻ്റെ കൈ കൊണ്ട് അധ്വാനിച്ച് ഉപജീവനം കഴിക്കണം, അതോടുകൂടെ സുവിശേഷ വേലയും ചെയ്യണമെന്ന്. അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഇതാണ്, ആരുടെ മുമ്പിൽ നമ്മൾ ഓച്ചാനിച്ച് നിൽക്കേണ്ടതില്ല. അങ്ങനെയാന്ന് പറഞ്ഞാൽ അങ്ങനെയാന്ന് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ കറക്റ്റ്നെസ് നിശ്ചയമായിട്ടും പറയാം, അതിനുള്ള ഒരു ചാൻസ് കിട്ടും. അപ്പം നമ്മുടെ ഹൃദയത്തിലൊരു ധൈര്യം കാണും, ഇവൻ്റെ ഒന്നും കണ്ടുകൊണ്ടല്ലോ. എന്നെ നിരൂപിക്കുന്ന പലരോടും ഞാൻ പറയാറുണ്ട്, നിന്റെ സപ്പോർട്ട് അങ്ങ് നിർത്തിയേക്ക്, നീ 5 പൈസ തന്നിട്ടുള്ളവരല്ല, ചുമ്മാ പറയുക. സോ നിന്നെ കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും, ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. മൈൻഡ് യുവർ ബിസിനസ്, ലെറ്റ് മീ മൈൻഡ് മൈ ബിസിനസ്. അതായിരിക്കും ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക്. മൈൻഡ് യുവർ ബിസിനസ് എന്ന് അധികം പേരോട് ഞാൻ പറയാറില്ല. ഞാൻ പകരം പറയാറുള്ള, സാറേ ലെറ്റ് മീ മൈൻഡ് മൈ ബിസിനസ്, ദാറ്റ്സ് ഓൾ. ഇറ്റ് ഡസൻറ്റ് കം ഇൻ ദ പെർവ്യൂ ഓഫ് യുവർ ഇൻസ്ട്രക്ഷൻ, അതിനകത്ത് വരുന്നതല്ല. ഞാൻ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് കുറച്ച് നാൾ. പഠിപ്പിച്ചിരുന്ന എയർഫോഴ്സിൻ്റെ കോളേജിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഞാൻ അവരോട്, എനിക്ക് അത്യാവശ്യമില്ലാത്തൊരു കാര്യം വന്നാൽ പറയുമായിരുന്നു, എൻ്റെ സിലബസിൽ പെടുന്നതല്ല, സോ ഐ നീഡ് നോട്ട് ടു വറി അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് നോട്ട് ഇൻ മൈ സിലബസ്. അത് വേറൊരു ക്ലാസ്സിലാണ്. ഞാൻ അങ്ങനെ ഒരു ക്ലാസ് എടുക്കേണ്ടി വരികയാണെങ്കിൽ, ഇഫ് ഐ എം ക്വാളിഫൈഡ്, ഇഫ് അറ്റ് ഓൾ ഐ എം ക്വാളിഫൈഡ്, ഗവൺമെൻറ് എന്നെ അതിന് നിയോഗിച്ചാൽ അവിടെ വെച്ച് ഞാനത് പറയാം. ബട്ട് നൗ ഇറ്റ് ഡസൻ കം ഇൻ മൈ സിലബസ്. അങ്ങനെ പറഞ്ഞ് ഒഴിയാറുണ്ടായിരുന്നു. അവനവൻ്റെ കാര്യം സൂക്ഷിച്ച് നടക്കുക. ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ സഭയിൽ അർജന്റായി വേലക്കാരെ ദൈവത്തിന് വേണം, ആത്മാക്കളെ നേടുന്നവരെ വേണം. ഇന്ന് വേറൊരു ഭാഗമായിരിക്കാം, അല്പസ്വല്പ എഡ്യൂക്കേഷനും കൂടെ വേണം. പക്ഷേ ഇന്ന് കേരളത്തിലെ സഭകളിൽ പലതും കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. 2 കൈയും കൂടെ തലയിലോട്ട് കെട്ടി അയ്യോ എന്ന് വിളിക്കാൻ തോന്നും. അങ്ങനെ തോന്നും പലപ്പോഴും. കാര്യം 2-3 അപ്പച്ചന്മാരും 2-3 അമ്മച്ചിമാരുമേ ചർച്ചിലുള്ളൂ. യുവാക്കളാരും ഇല്ല. അവർക്കാർക്കും ഒന്നും കിട്ടാനില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവരവരുടെ വഴിയെ പോയി. ഈ ക്രിറ്റിസിസം കേൾക്കാനൊന്നും ആരും വരത്തില്ല. മഞ്ഞളിച്ച പുൽപ്പിറ്റുകളാണ് പലതും. അപ്പോൾ അവിടെ ജനത്തിന് ആവശ്യമുള്ള സത്ത് കൊടുക്കണം. ഞാൻ ശാസ്ത്രീയമായ പല കാര്യങ്ങളും പറയാറുണ്ട്, ചരിത്രപരമായ പല കാര്യങ്ങളും പറയാറുണ്ട്. അത് കേൾക്കാൻ തന്നെ എന്തും വേണ്ടും ആളുകളാണ് വരുന്നവരെ. എന്നോട് പലരും വിളിച്ചു, വരുന്നതിൻ്റെ ഒരു നല്ല ഭാഗം ആളുകൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ കേൾക്കാൻ വേണ്ടി വരുന്നവരാണ്. എനിക്കറിയാം ഒരു പഴയ പെന്തക്കോസ്തുകാരെ, ഞാനത് പേര് പറയാൻ നിശ്ചയമായിട്ടും താല്പര്യപ്പെടുന്നില്ല. പെന്തക്കോസ്തിന്റെ ടോപ്പ് ലെവലിൽ ലീഡർഷിപ്പ് നിന്നയാളിൻ്റെ 4ാം തലമുറ ഒരു മോനുണ്ട്. അവനിപ്പോൾ ചർച്ചിൽ പോവില്ല. അവനോട് ചോദിച്ചാൽ പറഞ്ഞ്, എൻ്റെ അപ്പനും അമ്മയും സുവിശേഷത്തിൻ്റെ കാശ് മുടക്കി എന്നെ പഠിപ്പിച്ചത് സയൻസാണ്. ഞാനത് നന്നായി പഠിച്ചു, മറ്റേത് പൊളിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സയൻസിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാവുന്ന ഉപദേശം ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് അവന് വേണ്ടെന്ന് വെച്ചത്. അവൻ ആത്മാർത്ഥത എന്ന് പറഞ്ഞതാണ്. നമ്മുടെ മോനെ അതല്ല, സാഹചര്യം അതല്ല. വേറെ ഒരു കേസ് ഞാൻ പറയാം. ഞാൻ നോർത്ത് ഇന്ത്യയെ വെച്ചൊരു മനുഷ്യനെ കണ്ടു. നോർത്ത് ഇന്ത്യയെ വെച്ചാൽ കാണുന്നത്. അദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യം ശക്തമാണ്, അതിശക്തമാണ്. ഗൗരവമേറിയ രോഗശാന്തി അങ്ങനെ ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. പക്ഷെ രാത്രിയിൽ ഇവൻ പിക്ചറിന് പോകും. ഞാൻ ചോദിച്ചു, ഇതെന്തോടെ പരിപാടി, നിനക്ക് എങ്ങനെ ഇത് സാധിക്കും? പറഞ്ഞു, അതിനിപ്പോൾ എന്നാ കുഴപ്പം, ബൈബിളിൽ എങ്ങനെ എഴുതിയിട്ടുണ്ടോ പിക്ചർ കാണരുതെന്ന്? ഞാൻ പറഞ്ഞില്ല, നിനക്ക് ഒരു സഭയാണ് നിന്റെ തരേണ്ടത്. അവൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ സഭയൊന്നുമില്ല. ഞാൻ ആഫ്രിക്കയെ വെച്ച് രക്ഷിക്കപ്പെട്ടതാണ്. ഒരു ടെലിവിഷന്റെ മുമ്പിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ടെലിവിഷനിൽ കൂടെ മാത്രമുള്ള പരിചയമേ എനിക്ക് ദൈവസഭയുമായിട്ടുള്ളൂ. ബൈബിൾ ബാക്കി ഞാൻ സ്വയം വായിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, നീ ഒരു സഭ കാണാത്തത് കൊണ്ടാണ്, നീ അവിടെ ഒരു ചർച്ചിൽ പോകും. പറഞ്ഞു, ഞങ്ങളുള്ള പട്ടണത്തിൽ ഒരു ദൈവസഭയില്ല. ഇത് വളരെ ഗൗരവമാണ്. ഇതിനകത്ത് ആത്മീയർ മറുപടി പറഞ്ഞേ പറ്റൂ. ദൈവസന്നിധിയിലും കൂടെ അവിടെ ഒരു ദൈവസഭ ഇല്ല. ഞാൻ നീ എന്തോ പറയുന്നത്, എനിക്ക് ആ പട്ടണം അറിയാം, അവിടെ നല്ല ദൈവദാസന്മാരുണ്ട്, പിന്നെ സഭയില്ലാതെ എങ്ങനെ വരുന്നത്? എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇല്ല പാസ്റ്റർ, ഞാൻ അവിടെ പോയിരുന്നു 3-4 മാസം. ദേ ആർ ഓൺലി ബുക്ക് വേംസ്. അദ്ദേഹത്തിന്റെ വാചകമാണ്, ദേ ആർ ഓൺലി ബുക്ക് വേംസ്. നോട്ട് വൺ സിക്ക് ഈസ് ഹീൽഡ്, നോട്ട് വൺ മിറക്കിൾ എവർ ടേക്ക് പ്ലേസ് ദാറ്റ് cannot be called as Christian church. According to the biblical explanation, that is not a Christian church. They are only bookworms. They read many things. You go to any philosopher, he will also talk the philosophy. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. There has to be practical thing. ഞാൻ എന്നോട് പറഞ്ഞു, മോനെ, നിന്റെ പരമാർത്ഥം നീ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം. നീ ദയവായിട്ട് എൻ്റെ കൂടെ ബാംഗ്ലൂർ പോവുക. ഒരാഴ്ചത്തേക്ക് അദ്ദേഹം ഫ്രീ ആയി കിട്ടി. ഞാൻ അദ്ദേഹത്തെ തിരിച്ച് ബാംഗ്ലൂരിൽ കൊണ്ടുവന്നു. ഇവിടെ നല്ലൊരു ഉണർവ് യോഗം നടക്കുന്നതിനിടയ്ക്ക് വിട്ടുകൊടുത്തു. അവനെ കൊണ്ട് അങ്ങോട്ട് വിട്ടുകൊടുത്തു. അയ്യോ, അവനങ്ങ് സ്പിരിച്വലി എൻജോയ് ചെയ്യാൻ തുടങ്ങി. 2ാമത്തെ ദിവസം ഒരു ദിവസം ഇവിടെ വന്നു. അന്ന് രാത്രിയിലത്തെ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ അവൻ എൻ്റെ മൂത്ത മോനെ വിളിച്ചു ചോദിച്ചു, അടുത്ത ബാർബർ ഷോപ്പ് എവിടാ, നമ്മുടെ കൊമ്പൻ മീശ ഒന്ന് എടുക്കാൻ. അവൻ പോയി കൊമ്പൻ മീശ പഠിപ്പിച്ചുകൊണ്ട് വന്നു. അന്ന് വൈകിട്ടത്തേക്ക് അവൻ എൻ്റെ മൂത്ത മോനോട് പറഞ്ഞു, നല്ല പാൻറ്റും ഷർട്ടും കിട്ടുന്നത് എവിടാ, എനിക്ക് ഇത് പോകണം. ഇന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കാൻ. അതിനകത്ത് സ്പിരിച്വാലിറ്റി ഇല്ല, അതൊന്നും ആത്മീയരൊന്നും എടുക്കില്ല.
ചുമ്മാ വെള്ളം എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞാൽ ഒന്നും ആരും സമ്മതിക്കില്ല. അതിൻ്റെ സ്പിരിച്വാലിറ്റിയും കൂടെ കാണിച്ചു കൊടുക്കാൻ ഒരുപാട് പേര് എടുക്കും. ഇതുപോലെ എല്ലാ വശവും കൂടെ ഒരുമിച്ച് കാണിച്ചു കൊടുക്കാവുന്ന കുറെ ശുശ്രൂഷകന്മാർ ഇന്നത്തെ സഭയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതുണ്ടെങ്കിൽ നടക്കും. ദൈവം ഒന്ന് തപ്പിക്കൊണ്ടിരിക്കുക. ഇന്ത്യയിൽ ഒരു ഉണർവ് നടക്കേണ്ടതാ. എന്തുകൊണ്ട് നടക്കുന്നില്ല? ലീഡർഷിപ്പ് ഇല്ല. ആരുടെ കയ്യിൽ ദൈവം ഉണർവ് ഏൽപ്പിക്കും? ആരുടെ കയ്യിൽ ഏൽപ്പിക്കും? ആളില്ല. അതുകൊണ്ടാണ്. എനിക്കിവിടെ ഒരു സഹോദരനുണ്ട്, പുള്ളിക്കാരനൊരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. സ്വന്തം ഒരു ഹോസ്പിറ്റൽ, അദ്ദേഹത്തിന്റെ സ്വന്തം ഒരു ഹോസ്പിറ്റലാണ്. നല്ലൊരു ഓപ്പറേഷൻ തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞു ഫുൾ പ്ലേസ് അല്ല, ഐ എം നോട്ട് ഗെറ്റിംഗ് ദ സ്റ്റാഫ്. അദ്ദേഹത്തിന്റെ വാചകം, ഐ എം നോട്ട് ഗെറ്റിംഗ് ദ സ്റ്റാഫ്. നഴ്സിംഗ് പാസ്സായ പിള്ളേരില്ലെന്നല്ല പറഞ്ഞ്, മെഡിസിൻ പാസ്സായ ഡോക്ടേഴ്സ് ഇല്ലെന്നല്ല പറഞ്ഞ്, ബട്ട് ഐ നീഡ് ദ റിക്വയർഡ് സ്റ്റാഫ്. അതില്ലാത്തിടത്തോളം കാലം ഐ ക്യാൻ നോട്ട് എക്സ്പാൻഡ്. ഇതുപോലെ ഒരുപാട് പേരുണ്ടെങ്കിലും ദൈവത്തിന് പ്രയോജനപ്പെടുത്താവുന്ന ശുശ്രൂഷകന്മാർ ചർച്ചിൽ കുറവാണ്. അത് ഇന്നത്തെ ഒരു എമർജൻസി റിക്വയർമെന്റാ എൻ്റെ ഒപ്പീനിയനിൽ. ഇതെല്ലാം എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കാലഘട്ടത്തിന് ഒരുപാട് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ നടുവിൽ വളർന്നു വരുന്ന തലമുറ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആത്മീയമായി വളരാൻ അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ അവർക്ക് ആവശ്യമായിരിക്കുന്ന ഗൈഡ് ലൈൻസ് സഭകളിൽ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾ, ദൈവദാസന്മാരുടെ മക്കൾ ഒക്കെ ഇന്ന് മറ്റ് വഴികൾ തേടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ ദയനീയമായ കാഴ്ചയാണ് ഇന്ന് പൊതുവിൽ ഇന്ന് നാം കണ്ടുവരുന്നത്. നേതൃത്വ നിരയിൽ, മുൻനിരയിൽ നിൽക്കുവാൻ ദൈവം ഇന്ന് പലരെയും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, അങ്കിള് ഇപ്പോൾ പറഞ്ഞതായ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് സമൂഹത്തിൽ മാതൃകാപരമായ പല കുടുംബങ്ങളെയും ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരെയെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം നിയോഗിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ഡോക്ടർ എം എ വർഗീസ് അങ്കിളിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, അങ്ങയുടെ ജീവിതത്തിൽ ദൈവം തന്നതായ ആ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ശുശ്രൂഷ ആരംഭിച്ചു. ബഥേലേജിയുടെ വളർച്ചയ്ക്കൊക്കെ നന്ദി കുറിപ്പാൻ ഇടയായി തീർന്നു. അങ്ങയുടെ കുടുംബം എല്ലാവരും കുടുംബമായി നിങ്ങൾ ഇന്ന് സഭയുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഒരുമിച്ച് നിൽക്കാൻ തക്കവണ്ണം എന്ത് പദ്ധതികളാണ് നിങ്ങൾ കുടുംബമായിട്ട് എടുത്തിട്ടുള്ളതും, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ളൊരു സാഹചര്യം ഉടലെടുക്കാനിടയായി തീർന്നത് എന്ന് ചുരുക്കം വാചകങ്ങളൊന്ന് ഓർപ്പിക്കുകയും അപ്പോൾ തന്നെ ഇന്നത്തെ പുതിയ തലമുറയോട് അല്ലെങ്കിൽ മാതാപിതാക്കന്മാർക്ക് നൽകാവുന്ന ചില ഉദാത്തമായ ചില ആശയങ്ങൾ കൂടി ഒന്ന് പറയാമോ? പക്ഷേ എഗെയിൻ പ്രാക്ടിക്കലി എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ. തിയറി പറയാൻ എനിക്ക് അറിയാൻ വയ്യ. കാര്യം ഇതൊക്കെ പഠിപ്പിക്കുന്ന ആരാ എനിക്കറിയത്തില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ, എൻ്റെ വിവാഹം നമ്പർ 1, എൻ്റെ വിവാഹം നടക്കുന്ന ഒരു ദൈവാലോചനയുടെ പുറത്താണ്. ഞാൻ ഒരു പെൺകുട്ടിയെ കാണുന്നതിന് മുമ്പേ സിസ്റ്റർ മേരി കോവൂരാണ് ഒരിക്കൽ എന്നോട് പറഞ്ഞ്, നിനക്ക് വേണ്ടി ദൈവം തീരുമാനിച്ച ഒരു പെൺകുട്ടി എൻ്റെ ചർച്ചിലുണ്ട്, വന്ന് കല്യാണം കഴിച്ചോളാം. അന്ന് ഞാൻ ഓൾറെഡി മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കൊച്ചമ്മ പ്രപ്പോസ് ചെയ്തിരുന്ന പെൺകുട്ടി 10ാം ക്ലാസ്സാണ്. അപ്പം അത് എഡ്യൂക്കേഷനലി ഒരു നല്ലതല്ലെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞു. പക്ഷെ ദൈവത്തിൻ്റെ ആലോചനയായതുകൊണ്ട് അതിന് തന്നെ പോകാം. എൻ്റെ ഫാദർ എന്നെ അറിയിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ദൈവാലോചനയാണെങ്കിൽ ഞാൻ അതിന് റെഡിയാണ്. എൻ്റെ ഫാദർ മർത്തോമക്കാരനാണ്. ഇതിനകത്തൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഞാൻ ബെന്തിക്കോസിൻ്റെ കല്യാണം കഴിക്കുന്ന അപ്പച്ചന് ഇഷ്ടമല്ല എന്നൊക്കെ ഇരുന്നാലും ഞാൻ മറ്റേതൊന്നും നിൽക്കത്തില്ല എന്നുള്ളത് അപ്പച്ചന് മനസ്സിലായതുകൊണ്ടാണ് ഇത്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കല്യാണം ഉറച്ചുകൊണ്ടായിട്ടൊന്നും, നിനക്ക് ഈ പെൺകുട്ടിയെ കാണുമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് കാണണ്ട. കാര്യം ദൈവമായിട്ട് തീരുമാനിച്ച് കഴിഞ്ഞതാണെങ്കിൽ എനിക്ക് പിന്നെ എന്നെ കാണാനാ. ഞാൻ അതിനകത്തെ ഒരു ഒബീഡിയൻറ്റ് സെർവൻറ്റ്, അതിക്ക് ഒന്നുമില്ല, ഉറച്ചോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ ഫാദറിനോട് പറയടാ, അങ്ങനെയല്ല, നിനക്കിപ്പോൾ കാണണ്ടെന്ന് തോന്നിയാലും പെൺകുട്ടിക്ക് കാണണമായിരുന്നു തോന്നിയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് വന്ന് കാണ്, അത് കഴിഞ്ഞു മതി എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. എൻ്റെ വൈഫിനോട് ഞാൻ നിന്റെ പേരെന്നാന്ന് പോലും ചോദിച്ചിട്ടില്ല. നോ. ഞാൻ ചെന്നു, അവിടെ ഇരുന്നു, ചിരിച്ചു, എനിക്ക് ചായ തന്നു, കുടിച്ചു, തന്നതൊക്കെ തിന്നു, അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. എൻ്റെ ഫാദർ എന്നോട് കൺസൾട്ട് ചെയ്യാതെയാണ് തിരിച്ച് ആ വീട്ടിൽ ചെന്ന് വാക്ക് കൊടുത്തത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ അന്നല്ല ദൈവാലോചന, അന്നല്ല എനിക്ക് വേണം, പിന്നെ അത് രണ്ടാമത് ചോദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെയായിരുന്നു. ദൈവം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നു. ഓരോ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് എൻ്റെ വൈഫായിരുന്നു മെനക്കെട്ട് പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് പ്രാർത്ഥന, ഓരോ കൊച്ചുമക്കൾ മെനക്കെട്ട് പ്രാർത്ഥിക്കും. കർത്താവെ, മണിക്കൂറുകൾ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എത്ര വർഷങ്ങളായിട്ട് കർത്താവെ ഇവരെ വളർത്തിക്കൊണ്ടുവരണം. പിന്നെ വളർന്നു വന്നപ്പം എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മിസ്റ്റേക്ക് കാണാൻ ദൈവകൃപയാൽ പിള്ളേർക്ക് ഒത്തിട്ടില്ല. ഞങ്ങളുടെ ചർച്ചിനകത്തും അലിയും വിളിയും ബഹളവും വെറും ഗുണ്ടകളും അതും ഇതും അല്ല. ഈ പുതിയ ആത്മാക്കൾ ഇങ്ങോട്ട് വരികയാണ്. 86,000 പേരെ ആ പുത്തനായിട്ട് അങ്ങോട്ട് സ്നാനപ്പെടുത്തിയത്.
ആ ഒരു കാലഘട്ടം, ഇന്നല്ല, അന്നത്തെ ഒരു കാലഘട്ടം. ഇതിനകത്ത് എല്ലാ ടൈപ്പും ഉണ്ട്. ഉഗ്രം വഴക്കുണ്ടാക്കുന്നവരുണ്ട്, ബഹളം വെക്കുന്നവരുണ്ട്, മിണ്ടാതിരുന്ന് കേൾക്കുകയേ ഉള്ളൂ. നിന്റെ കൈ വെട്ടി വിടുക, കാല് വെട്ടി വിടുക, തല വെട്ടിയിട്ട് വിടുക എന്നൊക്കെ പറയുന്നവരോട് ഒരു ചെറിയ പുഞ്ചിരിയോടെ ചെയ്തിട്ട് ചെയ്യാനുള്ള എളുപ്പം അങ്ങ് ചെയ്യുക എന്ന് പറയുക, അല്ലാതെ അങ്ങനെ വെട്ടരുത് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പിള്ളേരിത് വളരെ ഇന്റലിജന്റാ. അവരാലോചിക്കും അപ്പൻ്റെ ലൈഫ് എങ്ങനെ ഉണ്ടെന്ന്. അതെങ്ങനെയാണെന്ന് അവർക്ക് ബോധ്യമായി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ രണ്ടാമത്തെ മോൻ, അവനായിന്ന് വെച്ചാൽ വലിയ ചർച്ചുള്ളത്, അവനൊത്തിരി ഇമോഷനല്ല, അവന് പ്രതികരണത്തിനും മറ്റുമൊക്കെ. 1990 ദൈവം എന്നോട് ജോലി വിട്ടേച്ച് സുശേഷ വേലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നിൽക്കാൻ പറഞ്ഞു. അന്ന് നല്ലൊരു ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഡിഫൻസിൻ്റെ റിസർച്ച് ഓർഗനൈസേഷൻ DRDOയിലെ ഒരു ജൂനിയർ സയൻറ്റിസ്റ്റായിട്ട് പോക്കറ്റ് നിറച്ച ശമ്പളവും മാന്യമായൊരു സ്ഥാനവും എല്ലാം ഉള്ള നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരത്താണ് ദൈവാത്മാവ് പറയുന്നത് ജോലി വിടാൻ. ഞാൻ ജോലി വിടാൻ റെഡിയായിരുന്നു. എന്നോടും ദൈവം ഇടപെട്ടു, ഒരു പ്രവാചകനോട് ഇടപെട്ടു. ദാറ്റ് ഇസ് വൺ തിങ് ഓഫ് ഇറ്റ്. പക്ഷെ എന്നോട് വ്യക്തിപരമായ ദൈവം ജോലി വിട്ടോളാൻ പറഞ്ഞു. ഞാനത് വിടാൻ തീരുമാനിച്ചു. പക്ഷെ എൻ്റെ 2 മക്കളോടും, പിള്ളേരൊന്ന് മേജറൊന്നും ആയിട്ടില്ല, പിള്ളേരാണ്, എങ്കിലും ഞാൻ 2 പിള്ളേരോടും പറഞ്ഞാൽ ഇങ്ങനെ ഒരാലോചനയുണ്ട്. നിങ്ങൾ ഇന്ന് പോകുന്ന പോലെ സുഖമായിട്ട് ഇനിയും സ്കൂളിൽ പോകാനൊക്കത്തില്ല, ഒത്തിരിയൊക്കെ നടന്നു പോകേണ്ടി വരും, എല്ലാം മറ്റും നിങ്ങൾക്ക് കാണത്തില്ല, പൈസയൊക്കെ ഒത്തിരി കുറവായിരിക്കും. വൈഫിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇന്നലത്തെ പോലെ നാളെ തിന്നാൻ പറ്റത്തില്ല, നമ്മൾ ആ സ്റ്റാൻഡേർഡിനനുസരിച്ചേ പോകാനൊക്കത്തുള്ളൂ, ശമ്പളമില്ലാത്ത സ്റ്റാൻഡേർഡ്. തൽക്കാലം ചർച്ചിൽ നിന്നൊന്നും വാങ്ങിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല, തരാൻ അവരുടെ കാണത്തുമില്ല. ഒരു മൈനർ മെയിൻ്റനൻസ് അവർക്ക് തരാം, അതിൽ കവിഞ്ഞൊന്നും ചർച്ചിൽ കാണത്തില്ല, റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞത് ഒരു കുഴപ്പമില്ല, ദൈവം വിളിച്ചതെങ്കിൽ ദൈവം നടത്തും, വിശ്വസിച്ച് അംഗീകരിപ്പിക്കാം, എങ്ങനെ ചുരുങ്ങാനും ഞാൻ റെഡിയാണ്. മൂത്ത മോൻ എന്നോട് പറഞ്ഞത് ഡാഡി, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡാഡി ദൈവവിളി കേൾക്കാൻ നിരസിച്ചാൽ നാളെ ദൈവവിളി കേൾക്കാൻ രണ്ടാമതൊരു വിശ്വാസിയോട് പറയാൻ ഡാഡിയുടെ മോറൽ റൈറ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് ടു കീപ്പ് യുവർ മോറൽ റൈറ്റ്, ദൈവം പറഞ്ഞ അനുസരിച്ചേ പറ്റൂ, അതിനാരോടും ചോദിക്കേണ്ട, റിസൈൻ. ഇളയ മോൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞാൽ അവൻ ഒത്തിരി ഇമോഷനില്ല, പറഞ്ഞത് ഡാഡി വി ഡോണ്ട് മൈൻഡ് ഈറ്റിംഗ് ഗ്രാസ് ബട്ട് യു കനോട്ട് മിഡിൽ വിത്ത് ദ പ്ലാൻസ് ഓഫ് ഗാഡ്, പ്ലീസ് റിസൈൻ, വി ഡോണ്ട് വാണ്ട് എനി ഈറ്റബിൾ അതർ ദാൻ ഗ്രാസ്. ഉള്ളത് കൊണ്ട് ഗ്രാസ് വാങ്ങിക്കാമല്ലോ, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ ആരും ഗ്രാസ് തിന്നിട്ടില്ല, ദൈവത്തിൻ്റെ വലിയ കരുണയാൽ നല്ല സാലഡ്സ് ദൈവം തന്നിട്ടുണ്ട്, അത് കഴിച്ചിട്ടുണ്ട്, അല്ലാതെ ഒന്നുമില്ല, നന്നായി ദൈവം നടത്തി. ഇളയ മോന് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പാസ്സായിട്ടുള്ളൂ. അവനാ ഇന്നത്തെ സാമാന്യഗതിയിൽ വലിയൊരു ഇംഗ്ലീഷ് ചർച്ചിൻ്റെ പാസ്റ്റർ. ഇംഗ്ലീഷ് നല്ലതാണ്, എന്നെക്കാൾ ഒത്തിരിയും കൂടെ നല്ലതാണ്. അവൻ പ്രീ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷന് പോകുന്ന അന്ന്, പ്രീ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ ഞായറാഴ്ചയായിരുന്നു. പറഞ്ഞ ബീങ് എ ക്രിസ്ത്യൻ ഐ വിൽ നോട്ട് അറ്റൻഡ് ദാറ്റ് എക്സാം ഓൺ സൺഡേ. സിമ്പിൾ. എൻ്റെ പഠിത്തം ഇവിടെ കൊണ്ട് നിൽക്കുക, ദാറ്റ് ഇസ് ഡൺ, ബട്ട് ദർ ഇസ് നോ കോംപ്രമൈസ്. മോനെ നീ ചെയ്യുന്നത് നല്ലതാണ്, ഗോ ഹെഡ് എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. അവരുടെ നല്ല പ്രിൻസിപ്പിൾസ് അങ്ങനെ അന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്, തെറ്റായ പ്രിൻസിപ്പിൾസ് അങ്ങനെ അല്ലെന്ന് പറഞ്ഞു. അവരനുസരിക്കാത്ത കാര്യങ്ങളും ഉണ്ട്. എൻ്റെ പ്രിൻസിപ്പിൾ ഇന്ന് അല്പം വ്യത്യസ്തമാണ്, അടുത്ത തലമുറ, ആ വ്യത്യാസം അവരിലും ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ ദൈവത്തിൻ്റെ കരുണയാൽ മേജർ പ്രിൻസിപ്പിൾസ് മെയിൻലി ഞങ്ങളിൽ നിന്ന് ഒരു കോപ്പി അടിച്ചതാണ്. ഗ്രാൻഡ് ചിൽഡ്രനും അത് തന്നെ, ഞങ്ങളുടെ ഡോട്ടർ ഇൻ ലോസും അത് തന്നെ. 2 മക്കളും വിവാഹം കഴിക്കുന്ന സമയത്ത് ഗ്രാജുവേറ്റ്സിനെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. മൂത്ത മോൻ ഒത്തിരി പഠിച്ചു, അവന് എന്നെ പോലെ തന്നെ പ്രൈവറ്റായിട്ട് പഠിച്ചത്, അവൻ ഒത്തിരി പഠിച്ചു. അപ്പം അവന് വേണ്ടി കുറഞ്ഞ പക്ഷം ഒരു മാസ്റ്റർ ഗ്രാജുവേഷനെങ്കിലും ഉള്ള ഒരു പെങ്കൊച്ചിനെ വേണം എന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാര്യം ഏറെക്കുറെ അവൻ്റെ കൂടെ യാത്ര ചെയ്യേണ്ടതായതുകൊണ്ട്. അതേസമയം അത് ദൈവകൃപ സൂക്ഷിക്കുന്നതും മറ്റുമൊക്കെ ആയിരിക്കണം നിർബന്ധം ഉണ്ടായിരുന്നു. ദൈവകൃപയാൽ അങ്ങനെ ഒന്നിനെ ദൈവം കണ്ടുപിടിച്ചു തന്നു. അവൾ മാസ്റ്റർ ഗ്രാജുവേറ്റാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞെ നമ്മുടെ വീട്ടിൽ നിന്ന് ആരും ജോലിക്ക് പോകുന്നില്ല, ചർച്ചിൽ നമുക്ക് കാര്യമായ സപ്പോർട്ട് ഇല്ല, കാര്യം സപ്പോർട്ട് എനിക്ക് വേണ്ട, അതുകൊണ്ടാണ്. നിന്റെ ഹസ്ബൻഡും ഒട്ടും സപ്പോർട്ട് വാങ്ങിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നീ ഒരു ജോലിക്ക് പോകും, നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു അങ്ങനെ ആട്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരാഴ്ചയൊക്കെയാകും എന്നോട് പറഞ്ഞു, ഡാഡി നിങ്ങളാരും ജോലി ചെയ്യാതെ ദൈവം നിങ്ങളെ നന്നായിട്ട് നടത്തുന്നു, എനിക്ക് ജോലിക്ക് പോകാതെ ചർച്ചിൻ്റെ ജോലിയിൽ സഹകരിക്കാനാണ് താല്പര്യം, വാട്ട് ഡു യു സേ? പറഞ്ഞു, മോനെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, നീ ജോലിക്ക് പോട്ടെ, എനിക്കൊന്നും സാധിക്കാനില്ല. രണ്ടാമൻ്റെതും അതുപോലെ തന്നെ, അവൾ ഒരു മാസ്റ്റർ ഗ്രാജുവേറ്റ് വന്നു, ജോലിക്ക് പോകാൻ അവനും താല്പര്യമില്ലായിരുന്നു, പോകുന്നില്ല. കൊച്ചുമക്കൾ വന്നു, ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ, മൂത്ത കൊച്ചുമോൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ അവൻ്റെ അപ്പൻ പറഞ്ഞു, നിന്നെ മാസ്റ്റർ ഗ്രാജുവേഷന് വിടാം, അതിനു മുമ്പേ 1 വർഷം ചർച്ചിൻ്റെ ജോലി ചെയ്യാൻ പറഞ്ഞു.
അവിടെ തറ തുടയ്ക്കണം, കസേര വീട് തുടയ്ക്കണം, അങ്ങനെ ഒത്തിരി ജോലിയുണ്ട്. ഇവന്മാർ ചെയ്തതാ, ഞാൻ ചെയ്തതാ. അതുകൊണ്ട് നിങ്ങളത് 1 വർഷം ചെയ്യുക, അത് കഴിഞ്ഞ് തന്നെ മാസ്റ്റർ ഗ്രാജുവേഷൻ വിടാം എന്ന് പറഞ്ഞപ്പോൾ മൂത്ത കൊച്ചുമോൻ മാസ്റ്റർ ഗ്രാജുവേഷന് പോയി. രണ്ടാമൻ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഇമ്മീഡിയറ്റ്ലി അവനോടും പറഞ്ഞു, 1 വർഷം ചർച്ച നിന്നിട്ട് ചർച്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യ്, ഇവിടെ നീ എഫിഷ്യൻ്റ് ആയ ശേഷം നിന്നെ മാസ്റ്റർ ഗ്രാജുവേഷൻ വിടാം ആഫ്റ്റർ 1 ഇയർ. അവനിപ്പം ചർച്ചിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. മൂന്നാമൻ വേണ്ട ചർച്ചിൻ്റെ ജോലി ചെയ്യുന്നതോടുകൂടെ തന്നെ അവന് കറസ്പോണ്ടൻസ് കോഴ്സ് എടുത്തു ചെയ്തുകൊണ്ടിരിക്കുക. നാലാമൻ ഗ്രാജുവേഷന് പഠിക്കുന്നതേ ഉള്ളൂ, ചർച്ചിൻ്റെ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം തന്നെ വർഷിപ്പ് ലീഡ് ചെയ്യാനായിട്ടും അതിനും ഇതിനുമൊക്കെ ചർച്ചിലുണ്ട്, പ്രസംഗം പറയുന്നുണ്ട്. പിള്ളേരെല്ലാം തന്നെ ദൈവത്തിൻ്റെ കൃപയിൽ, ഇതെല്ലാം ദൈവകൃപ. എന്നാൽ ഒരുപാട് പ്രാർത്ഥന ഇതിനകത്തുണ്ട്. അത് എൻ്റെ വൈഫാണ്, ഞാനല്ല, എൻ്റെ വൈഫാണ്. ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു ഹെർ. പക്ഷെ സ്വഭാവ രൂപീകരണത്തിലും മറ്റും നന്നായി സ്ട്രിക്റ്റ് ആയിട്ട് വഴക്ക് പറയും. തല്ലേണ്ടടുത്ത് 2 തല്ല് കൂടുതൽ തല്ലുകയും പിള്ളേരെ അതുപോലെ ഞാൻ വഴക്ക് പറഞ്ഞെടുത്തിട്ടുണ്ട്. കൊച്ചുമക്കളെ ഞാൻ തല്ലിയിട്ടുണ്ടല്ലോ, കൊച്ചുമക്കളെ ഇതായിട്ടുള്ളൂ. ഒരിക്കൽ എന്നോട് ഞാൻ തന്നെ എൻ്റെ മൂത്ത കൊച്ചുവിനോട് വെച്ചിടാ, ഐ ഡോണ്ട് നോ വെദർ ഐ ഹാവ് ദ റൈറ്റ് ടു ഹിറ്റ് യു ഓർ നോട്ട്. അപ്പോൾ അവൻ പറഞ്ഞു, അപ്പച്ച ആക്ച്വലി ദർ ഈസ് നോ റൈറ്റ്, ദാറ്റ് ദ ഗ്രാൻഡ് ഫാദർ ഷുഡ് ബീറ്റ് ദ ചിൽഡ്രൻ, ബട്ട് ഇഫ് യു ഫീൽ ഇറ്റ് ഈസ് മസ്റ്റ്, വി ഹാവ് നോ സേ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനും അത് ഓർത്ത് അടിക്കത്തുള്ളൂ. പക്ഷെങ്കിൽ കറക്ഷൻ ആവശ്യമായി വരുന്ന രംഗത്ത് എൻ്റെ ഇൻഡിസിപ്ലിൻഡ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ കൃപയാൽ മക്കളും കൊച്ചുമക്കളും എല്ലാം, ഞങ്ങൾ 10 അംഗങ്ങളും ഒരുപോലെ കർത്താവിൻ്റെ പേരില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ലൂസിഫർ ഉൾപ്പെടെ ഒരു കറുത്ത മാർക്ക് എനിക്കെതിരെയോ ഈവൻ എൻ്റെ കുടുംബത്തിനെതിരെയോ പറയാനുണ്ടെങ്കിൽ വി ലൈക്ക് ടു കറക്റ്റ്, പ്ലീസ് കം ഫോർവേഡ്. ഈ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരിയായിരിക്കുക. അങ്ങനെ ഒരു മാതൃക സെറ്റപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല, പിന്നെ നമ്മളെ തന്നെ എടുക്കാനാണ്. അത് വേണം. അങ്ങനെ പിള്ളേരങ്ങ് വന്നതാ. ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കാരണമാണ്. പ്രാർത്ഥനയുടെ വലിയ ഒരു തണലിലാണ് കുഞ്ഞുങ്ങൾ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കളൊക്കെ ആയിരിക്കുന്നതെന്ന് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ തുടരട്ടെ. സമൂഹത്തിന് നല്ല ഒരു ഉദാത്തമായ മാതൃക ആയിരിക്കട്ടെ. അങ്കിൾ പറയാതെ ആ വാക്ക് എൻ്റെ ആ ചോദ്യത്തിന് മറുപടി തന്നിരിക്കുന്നു. സമൂഹത്തോട്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇന്നിൻ്റെ വളർന്നു വരുന്ന തലമുറകളോട്, അല്ലെങ്കിൽ മാതാപിതാക്കന്മാരോട്, സഭയുടെ വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ എങ്ങനെയാണ് അവർക്ക് ഒരു പ്രചോദനം പകരുന്ന ചില വാക്കുകൾ അതിനോട് ചേർത്ത് ഒന്ന് പറയുമെങ്കിൽ കുറച്ചുകൂടി കേൾവിക്കാർക്ക് ഒരനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പണ്ടൊരിക്കൽ പഠിച്ച ഏതോ ഒരു പുസ്തകത്തിൽ ഒരു പദം ഞാൻ കണ്ടായിരുന്നു. ദ വൂണ്ടഡ് ബോഡി ആൻഡ് സോൾ ഓഫ് ഇന്ത്യ നീഡ്സ് യുവർ അറ്റൻഷൻ ആൻഡ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്, അതർവൈസ് ദേ മേ ഡൈ. ഈ ആശയം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്. ദ വൂണ്ടഡ് ബോഡി ആൻഡ് സോൾ ഓഫ് ക്രിസ്ത്യൻ ചർച്ച് ഈസ് ലുക്കിംഗ് അറ്റ് യു. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ വി ബിക്കം യൂസ്ലെസ്. പക്ഷേ എൻ്റെ ഒരു മെസ്സേജ് ഡൗൺ ആകുക എന്നെങ്കിൽ ഞാൻ ഒരാഴ്ച കാര്യം, മക്കളുടെ ജീവിതത്തിൽ ഒരു മെസ്സേജ് ഡൗൺ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവന്മാരെ എടുത്തിട്ട് വഴക്ക് പറയും. ഇന്നും അതിനകത്ത് എന്നെ കഴിപ്പുണ്ടായിരുന്നില്ല, എന്തോ എന്ന് ചോദിക്കും. അങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കി വളർത്താൻ കൊള്ളാവുന്ന ഒരു 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 പേരൻസ് ഉണ്ടായാലേ മതിയാവും. എൻ്റെ കുഞ്ഞുങ്ങളും വേറെ കുഞ്ഞുങ്ങളുമായി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വഴക്കുണ്ടായാൽ, ഇന്നല്ല അവർ കുഞ്ഞായിരുന്ന സമയത്ത് വഴക്കുണ്ടായാൽ, ഞാൻ ഒരിക്കലും ഇവരോട് വഴക്കിട്ട പിള്ളേരെ വഴക്ക് പറയാൻ പോയിട്ടില്ല. എൻ്റെ പിള്ളേരെ മാത്രമേ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ. യു കറക്റ്റ് ഇറ്റ്. അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് വരും, ഞാനൊന്നും ചെയ്തതല്ല, മറ്റവൻ ഇങ്ങോട്ട് വന്ന് അടിച്ചു വെച്ച് പോയതാ. ചർച്ചല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കും. ഇങ്ങോട്ട് വന്ന് അടിച്ചു വെച്ചാൽ പറഞ്ഞു, അതിനാണ് നമ്മൾ ഇവിടെ ആക്കിയിരിക്കുന്നത്. നിനക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, മറ്റവന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, സോ നീ അത് മാനേജ് ചെയ്തേ പറ്റൂ എന്നിങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്തല്ലാതെ ഞാൻ വേറൊരാളെ കറക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും നമ്മളെ തന്നെ മാതൃകയാക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നത് യങ് പേരൻസിന് വേണ്ടി, യങ് മാരീഡ് കപ്പിൾസ്, അവർക്ക് ദൈവം കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തണം. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ വേണം. നമ്മുടെ ചർച്ചിൽ യങ് മാരീഡ് കപ്പിൾസിന് വേണ്ടി സ്പെഷ്യൽ മീറ്റിങ്ങുകൾ കൂടെ വെക്കാറുണ്ട്. ഞങ്ങൾ സീനിയർ സിറ്റിസൺസിന് സെപ്പറേറ്റ് ഒരു ഫെലോഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. യങ് മാരീഡ് കപ്പിൾസിന് സെപ്പറേറ്റ് ഒരു ഫെലോഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. വിമൻസ് ഫെലോഷിപ്പ് ഉണ്ട്, സൺഡേ സ്കൂളുണ്ട്, യൂത്തിന് വേണ്ടി പല ഗ്രൂപ്പ്സ് ഉണ്ട്. അതിനകത്ത് ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടേത്, ഇത് യങ് മാരീഡ് കപ്പിൾസ് ഗ്രൂപ്പ്. അപ്പം അതിനകത്ത് കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ചർച്ചിൽ നിന്ന് കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ആളുകളെ ഒരളവിൽ മോണിറ്റർ ചെയ്യും. ആരുടെയും പ്രൈവസിയിൽ കയറി ഇൻട്രപ്റ്റ് ചെയ്യത്തില്ലെങ്കിലും ഒരളവിൽ ഞങ്ങൾ അവരെ മോണിറ്റർ ചെയ്യും.
ഒരു കറക്ഷൻ ആവശ്യമാണെന്ന് കണ്ടാൽ കറക്റ്റ് ചെയ്യും. ദൈവത്തിൻ്റെ കൃപയാൽ കറക്റ്റബിൾ ആളുകളെ അതിനകത്ത് തുടരത്തുള്ളൂ. അവരെ മാത്രമേ ഞങ്ങൾ ചർച്ച വളർത്തത്തുള്ളൂ. ഇതെത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ ഫസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ഹൃദയസ്പർശിയുമായ ഒത്തിരി ചിന്തകൾ അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാനെ കൊണ്ട് ഈ അവസരങ്ങളെ വേർതിരിച്ചത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും അനേക മാതാപിതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് യങ് മാരീഡ് കപ്പിൾസിന് കൊടുത്തതായ നല്ല നിർദ്ദേശം, അവർക്കുണ്ടാകുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവർ കണ്ണുനീരോടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഒരു തലമുറ ഭൂമിയിൽ കടന്നു വരികയും അവരെ കർത്താവിൻ്റെ വചനപ്രകാരം ആ പത്യോപദേശത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ ഓരോ മാതാപിതാക്കന്മാരും കടപ്പെട്ടവരാണ്. അവർ എവിടെയെങ്കിലും വഴിതെറ്റിപ്പോയതിന് ശേഷം അവരെ കുറിച്ച് അനുദപിക്കുകയോ വിലപിച്ചിട്ടോ കാര്യമില്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് എപ്പോഴും വളർന്നു വരുന്ന തലമുറ പ്രാർത്ഥനയിലും ഉപവാസത്തിലും മാതാപിതാക്കന്മാരുടെ മാതൃകാപരമായ ജീവിതവും അവർക്ക് വലിയ ഒരു വഴികാട്ടിയായിരിക്കും എന്ന് ഉള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. വളരെ നന്ദി റവറൻഡ് ഡോക്ടർ എം എ വർഗീസ് അങ്കിൾ ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഈ സമയം ചിലവഴിച്ചതിന്, വിലപ്പെട്ട ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കടന്നു വന്നതിന് കർത്താവിൻ്റെ ദാസനുള്ളതായ നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും ഇന്ന് പറഞ്ഞതായ ഈ കാര്യങ്ങൾ എവരുടെയും ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. നാം ഒരുമിച്ച് കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ ഒരു നിമിഷം പ്രാർത്ഥിക്കും, നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ സമയം ഞങ്ങൾ അങ്ങയുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. അലഞ്ഞുഴലുന്ന ഒരു ലോകത്തിൽ ജ്യോതിസുകളെ പോലെ ശോഭിക്കുവാനും ലക്ഷ്യമില്ലാതെ ഓടുന്ന ജനത്തെ ക്രിസ്തീയ ലക്ഷ്യങ്ങളിലേക്ക് നടത്തുവാനും തത്വരഹിതമായി ജീവിക്കുന്ന ഒരു ജനതയെ ക്രിസ്തീയ തത്വങ്ങളിലേക്ക് ആനയിപ്പാനും അരോമ ടിവിയുടെ പ്രേക്ഷകരെ കർത്താവ് സഹായിക്കണേ. അതിൽ ചുമതലാബോധമുള്ളവരും ചുമതലകൾ നിർവഹിക്കേണ്ടവരുമായ ആളുകൾക്ക് അടിയങ്ങൾ എന്ന് പറഞ്ഞ വാചകങ്ങൾ പ്രയോജനമായി വരണമേ. ദൈവം അവരെ മാനിക്കണേ. ഞാനിതിൻ്റെ എല്ലാ പ്രേക്ഷകരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിൻ്റെ നടത്തിപ്പുകാരെ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭൃത്യനായി സ്തോത്രം. ഞങ്ങൾക്ക് ഇത്രയും സമയം സംസാരിക്കുവാനും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാനും വെർച്വൽ ഫീൽഡിലെങ്കിലും കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞാൻ ഞങ്ങളുടെ മകനെയും അനുഗ്രഹിക്കുന്നു, തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളെന്ന് പറഞ്ഞത് ആളുകൾക്ക് അനുഗ്രഹമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ. ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ ദാസനോടും കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സ് തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, കർത്താവിൻ്റെ നല്ല സാക്ഷ്യങ്ങളെ വഹിപ്പാൻ പിന്നെ ഈ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടതായ ഈ വചന ചിന്തകൾ, ഈ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞങ്ങൾ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കുന്നു. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടൂ. അടുത്ത തുടർഭാഗവുമായിട്ട് വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com